ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് വുഡ് വർക്കിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരാൾ മറുപടി പറയൂ. സ്പീക്കർ സാർ വോയിസ് ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്കിന്ന് വുഡ് വർക്കിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് തടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടിയ തടി ഏതാ? ഏറ്റവും നല്ല തടി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല തടിയായിട്ട് കിട്ടുന്നത് കേക്കല്ലേ സാർ? തേക്കാൽ, ചന്ദനമാണ് ഏറ്റവും കൂടിയ തടി. അയ്യോ. പക്ഷെ അത് ലോഡ് ബെയറിംഗ് അല്ല എന്നുള്ളത് കൊണ്ടും ആണ്. പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുക. ഈ തടി ഏതാണെന്ന് അറിയാവോ? വയലറ്റ്. ഒന്നുകൂടി പ്ലേ ചെയ്യാം, നോക്കൂ. ഇതിന് നമ്മുടെ ഈട്ടിത്തടിയാണ് നമ്മുടെ ഏറ്റവും റേറ്റ് കൂടിയ സാധനമാണ്. ഈട്ടി നമുക്ക് കോപ്പിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും നട്ടു വളർത്തിയാൽ തന്നെ അത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ അത് ഇതുപോലെ ഇത്രയും ഭംഗിയുമായിരിക്കും, കാണാനൊക്കെ നല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ളത്. എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകത? ഈ സാധനത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും റേറ്റ് കൂടാൻ കാരണം? ഒന്നാമത് എന്നുള്ളത്, ഇതിന് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന്റെയൊക്കെ ജോയിന്റുകൾ ഉണ്ടല്ലോ, ഈ ജോയിന്റുകളൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ഈ ജോയിന്റുകൾ അതേ കണക്ക് തന്നെ ചേർന്നിരിക്കും. അപ്പോൾ നമുക്ക് അല്ലാതുള്ള തടികളൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മാവോ അല്ലെങ്കിൽ ഇതുപോലുള്ള തടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ തെർമൽ ചൂട് കാലത്ത് ഇതുകൊണ്ട് എന്ത് ചെയ്യും? ചുരുങ്ങും. മഴക്കാലത്ത് വികസിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, പല ഡോറുകളും നമ്മൾ മഴക്കാലത്ത് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഇപ്പൊ റബ്ബുഡൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം അതിന്റെ ജോയിന്റ്സുകൾ അല്ലെങ്കിൽ ഈ തടി കൊണ്ട് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഈ ഒരു സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ജോയിന്റുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറത്തില്ല. അപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും അത് ആ ഒരു ക്വാളിറ്റിയോട് കൂടി ഇരിക്കും. പഴയ ക്യാഷ് ബോക്സ് ഒക്കെ ഞാൻ പണ്ട് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ട് വളരെ കനം കുറഞ്ഞ അതിന്റെ ഓരോ പീസുകളും ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ ജോയിന്റുകളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, അവിടെ ഒരു ഗ്യാപ്പും വന്നിട്ടില്ല. പിന്നെ ഇത് നല്ല ഹാർഡാണ്, ഇതിന് നല്ല ഡെൻസിറ്റി ഉണ്ടാവും, അതുപോലെ നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈട്ടിത്തടിയുടെ പ്രത്യേകത. അപ്പൊ ഈട്ടി നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്തതിന്റെ കാരണം റേറ്റ് കൂടുതലുണ്ട്. പിന്നെ ഇത് ലോഡ് ബെയറിംഗ് ആണ്, നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിനേക്കാളൊക്കെ ഭംഗിയാണ് ഏറ്റവും പ്രധാനം. ഈട്ടിത്തടിയിലൊക്കെ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളർ പെയിന്റ് ഇതൊക്കെ വാർണിഷും ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എത്ര വർഷങ്ങളോളം കിടക്കും. ഇതായിരുന്നു ഈട്ടിത്തടിയുടെ പ്രത്യേകത. പക്ഷെ ഈ റേറ്റ് കൂടുതൽ കൊണ്ട് നമുക്കിന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഏറ്റവും നല്ല തടി ഏതെന്ന് നമുക്ക് ചോദിച്ചാൽ ഇന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ടുള്ളത് ഈട്ടിത്തടി തന്നെയാണ്. അപ്പൊ അതിന്റെ ഡോറുകളും മറ്റുമൊക്കെ ഇതുപോലെ വലിയ ഹോട്ടലുകൾ അതിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. പക്ഷെ ഇതിന്റെയൊക്കെ മൈക്ക കിട്ടുന്നുണ്ട്, അതായത് വിനയിലും കിട്ടുന്നുണ്ട്, ഇതേ ഡിസൈനിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് മേടിച്ചിങ്ങനെ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ആക്കാം. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സാധനം അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഈ സാധനം വാങ്ങി ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നമുക്ക് തടിയാണ്. ഇത് അടുത്ത സാധനമാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ സാധനം. ഇതാണ് തേക്കൂട്ട് അല്ലെ, ടീക്കൂട്ട്. തേക്കൂട്ടാണ് രണ്ടാം സ്ഥാനത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? തേക്കൂട്ടിന്റെ പ്രത്യേകത എന്താണ്?
ടീക്കുഡിന്റെ പ്രത്യേകത എന്തെങ്കിലും പറയാമോ? ടീക്കുഡിന്റെ പ്രത്യേകത തേക്കുഡിന്റെ പ്രത്യേകതകൾ പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തേക്കുഡിനും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് എവിടെയാണ്? ലോകത്തിലെ അത് ഏറ്റവും നല്ല നിലമ്പൂരാണ്. നിലമ്പൂർ തേക്ക്. നിലമ്പൂരാണ്. നിലമ്പൂർ തേക്കാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ തേക്കുഡിന്റെ പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ്. അതായത് ഇത് കൂപ്പ് തേക്കാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ ഈ തേക്കിന് ഈ കാട്ടിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് ഫോറസ്റ്റിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് അവിടെ നിന്ന് ഇത് വിൽക്കുന്നുണ്ട്. ഈ തേക്കാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം. ഇതിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. ലോകത്തിലെ ഈ മെർസിഡീസ് ബെൻസ് പോലുള്ള വണ്ടികളൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മുടെ ഇവിടെ നിന്നാണ് ഈ തേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. നിലമ്പൂരത്തെ തേക്കാണ് ലോക പ്രശസ്തമായ തേക്ക്. പക്ഷെ ഇതിന് തന്നെ പല ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈട്ടിയും അങ്ങനെ തന്നെ ലോ തൊട്ട് ഹൈ വരെ ഉണ്ട്. അപ്പോൾ ഓരോ ഇതിന്റെയും സൈസിനനുസരിച്ചിട്ട് ഇതിന്റെ റേറ്റ്, അതായത് 9,000 രൂപ വരെ ഉള്ള ഈട്ടി ഉണ്ട് ക്യൂബിക് ഫീറ്റ്. 4,600 രൂപയ്ക്കൊക്കെ നമുക്കൊരു മീഡിയം ടൈപ്പ് ഇത് കിട്ടും. അതുപോലെ തന്നെ തേക്ക് ബർമ തേക്കൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും റേറ്റ് കൂടുതൽ. അപ്പൊ ഈ തേക്കിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ടീക്കുഡിനെ നമുക്ക് ഇതിനൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ ഈ തേക്കിന്റെ പുറത്തൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ കൂപ്പ് തേക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇത് കട്ട് ചെയ്തിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ തന്നെ നിന്ന് ചെറുതായിട്ട് ചെത്തിയിട്ട് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലുണ്ടാവും. അതിനൊരു ഓയിൽ കട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതനുസരിച്ച് ഡോറും വിൻഡോസും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ തടിയൊക്കെ നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇത് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. ഇനി ഇതിന്റെ ആ ഗ്രെയിൻസ് ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ആ ഒരു ഗ്രെയിൻസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു നല്ല ഗ്രെയിൻസ് കാണുന്നുണ്ട്. ആ ഗ്രെയിൻസ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട്. ഇത് എന്താണ് ചോദിച്ചോ? ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളതും അത് തന്നെയാണ്. ഇതിന്റെ ഗ്രെയിൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പണ്ട് കാലത്തുള്ള നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ റെയിൽവേയുടെ ഈ വർക്കുകളും എല്ലാം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ കംപ്രസീവ് ലോഡും ടെൻഷനും ഒരേ കണക്കെടുക്കും. ഈട്ടിയെ പോലെ തന്നെ ഇതും ലോഡ് നന്നായിട്ട് എടുക്കും. അങ്ങനെ ലോഡ് എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് ഏറ്റവും കൂടുതൽ വലിയ വർക്കുകൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ ക്ഷേത്രങ്ങളായാലും അതുപോലെ തന്നെ രാജകൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിന്റെ ജോയിൻസുകളൊക്കെ ഒരു കറക്റ്റായിട്ട് ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇതിന് അങ്ങോട്ട് വ്യത്യാസം വരത്തില്ല. കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ചിട്ട് യാതൊരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് പണ്ടത്തെ റെയിൽവേ പാളങ്ങളെല്ലാം തന്നെ ഉറപ്പിച്ചിരുന്ന ആ സ്ലീപ്പർ ഉണ്ടല്ലോ, അത് ഇതിന്റെ തീക്കിന്റെ പീസായിരുന്നു. അതേപോലെ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം ഇതായിരുന്നു. അന്നത്തെ ഡോർസും വിൻഡോസും എല്ലാം വലിയ കാഷ് ടീമിന്റെ ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ തേക്കുഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ട്. നമുക്ക് പഴയ ഡോറും വിൻഡോസും ഒക്കെ എടുത്തിട്ട് ഇവർ വീണ്ടും ഒന്നുകൂടെ പുതുക്കി പണിതിട്ട് അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിന്റെ വ്യത്യാസം. ഇതിനും നല്ല ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ നല്ല ഹാർഡ്നെസ്സും ഉണ്ട്. അതുപോലെ ലോഡ് കംപ്രസീവ് ലോഡ് കൊടുക്കും, ടെൻഷൻ കൊടുക്കും. അതായത് ഒരേ സമയം നമുക്ക് ഫ്രെയിമായിട്ടും ചെയ്യാൻ പറ്റും, അതിന്റെ ഷട്ടറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പണ്ട് കാലത്ത് ഈ പ്ലഗ് ഒക്കെ വരുന്നതിന്, പ്ലഗ് മീൻസ് നമ്മളൊരു ഭിത്തിയിൽ എന്തെങ്കിലും നെയിൽസോ ആണി എന്തെങ്കിലും അടിക്കണമെങ്കിൽ ഇത് ഈ തേക്കിന്റെ പീസ് നമ്മൾ ആദ്യം അടിച്ചു കയറ്റിയതിന് ശേഷം അതിലായിരുന്നു സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചത്. കാര്യം എത്ര വർഷം കഴിഞ്ഞാലും അത് ഊരി വരില്ല എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പ്ലഗിന് പകരം ഉപയോഗിച്ചിരുന്ന സാധനം. അപ്പൊ ഈ തേക്കിന്റെ ഒരു ചെറിയ പീസിന്റെ വേസ്റ്റേജ് പോലും നമ്മൾ വരുന്നില്ല. അതെല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഒരാൾക്ക് പറയാമോ നമുക്ക് ഈട്ടിയും തേക്കിന്റെയും പ്രത്യേകതകളും അത് എങ്ങനെ ഉപയോഗിക്കുന്നു? ഈട്ടിയുടെയും തേക്കിന്റെയും പ്രത്യേകതകൾ എന്ന് പറയാമോ? രണ്ടിന്റെയും പ്രത്യേകതകൾ ഏതാണ്ട് കോമൺ ആണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ?
ഒരാൾ നമ്മുടെ അടുത്ത്, ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഏത് തടി എടുക്കണം എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഉപയോഗപ്പെടും. പറഞ്ഞോ. ഹലോ സാർ. പറഞ്ഞോ. സാറ് നമ്മളെ ഈട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് ഭംഗി കൂടുതലാണ് തേക്കിനെ അപേക്ഷിച്ചിട്ട് ഒന്നും കൂടി. പിന്നെ ജോയിന്റുകൾ എത്ര വർഷം കഴിഞ്ഞാലും മാറ്റങ്ങളൊന്നും സംഭവിക്കൂല. ഉം. പിന്നെ എന്താ അത് എന്തൊക്കെ ലോഡുകൾ ഒരേ സമയം എടുക്കും? കംപ്രസീവ് ലോഡും ടെൻഷൻ ലോഡും. ടെൻഷൻ ലോഡും. കംപ്രസീവ് എന്ന് വെച്ചാൽ മനസ്സിലായി, ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ലോഡ്. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈ കഴുക്കോലായിട്ട് ഉത്തരമായിട്ടൊക്കെ പണ്ട് ലോഡ് ബെയറിങ്ങിനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് രണ്ടും ഒരേ കണക്ക് എടുക്കും. അതായത് ഡോറിന്റെ ഫ്രെയിം എടുക്കുമ്പോൾ കംപ്രസീവ്, നമ്മൾ ഈ ഓടൊക്കെ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടെൻഷൻ. ഇത് രണ്ടും ഒരേ സമയം, അതായത് തൂണുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരും, കംപ്രസീവും വരും ടെൻഷനും. ബീമുകളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓഡിറ്റർ വീട്ടിൻ്റെയൊക്കെ മധ്യത്തിൽ തട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബീമുകളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ തേക്ക്. അടുത്ത് തേക്ക് തന്നെ വേറെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, അതാണ് നാടൻ തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൂപ്പ് തേക്ക് ആണ് ഏറ്റവും നല്ല തേക്ക്. എന്ന് വെച്ചാൽ ഏറ്റവും റേറ്റ് കൂടിയ സാധനം എന്ന് പറയുന്നത് കൂപ്പിലെ തേക്കാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ നാടൻ തേക്കാണ്. ഈ നാടൻ തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൂപ്പ് തേക്കിന്റെ അത്ര ഫിനിഷിങ്ങോ അല്ലെങ്കിൽ അത്രയും ഗ്രെയിൻസോ ആ ഓയിൽ കണ്ടന്റോ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റതിനത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അത് ചെറുതായിട്ടൊക്കെ ഇതാകാനായിട്ടൊക്കെ വളയാനും തിരിയാനും ഒക്കെ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മറ്റേൻ്റെ അത്ര ലോഡ് ബെയറിംഗ് അല്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്ഥാനത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ തേക്കിനെ തന്നെ രണ്ടായി തിരിച്ചു. ഒന്ന് കൂപ്പിലെ തേക്ക് എന്ന് വെച്ചാൽ കാട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തേക്ക്, അതാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ളത്. അതിലാണ് ആ ഓയിൽ കണ്ടന്റ് ഉള്ളത്, അതിനാണ് ആ ബ്ലാക്കിഷ് കളർ വരുന്നത്. അത് എത്ര ലോഡ് വേണമെങ്കിലും എടുക്കും, അത് സ്ട്രെങ്ത് ഉള്ളതും. അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞതാണ് നമ്മുടെ നാടൻ തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ വളർത്തുന്ന തേക്ക്. അതിനും ഈ പറയുന്ന ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് കുറച്ച് വൈറ്റ് കളർ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഈ ലോഡ് എടുക്കുന്ന കാര്യത്തിലും മറ്റു കാര്യത്തിലും മറ്റതിനെ അപേക്ഷിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവനും ആള് ബെറ്റർ ആണ്. പക്ഷെ മറ്റേന്റെ ഏതാണ്ട് പകുതി റേറ്റ് ഒക്കെ ഇതിന് വരുള്ളൂ. ഇതിന് റേറ്റ് കുറവാണ്. ഇതിന്റെ ഹാർഡ്നെസ് കുറവുകൊണ്ടും മറ്റു കാര്യങ്ങളെ കൊണ്ടായിരിക്കാം ഇതിന് റേറ്റ് കുറവായിരിക്കും. അത് അടുത്തതായിട്ടാണ് നമുക്ക് വരുന്നത് നമ്മുടെ പ്ലാവ്, ജാക്കൂട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഞാൻ പറഞ്ഞത് ചന്ദനമാണ് പറഞ്ഞത്. ചന്ദനം നമുക്ക് റേറ്റ് വളരെ ഹൈ ആണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് ഈട്ടിത്തടിയാണ്. ഈട്ടി നമുക്ക് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നതാണ് നമ്മുടെ നാടൻ ഇത് കൂപ്പ് തേക്ക്. അത് റേറ്റ് ഹൈ ആണ്, പക്ഷെ ക്വാളിറ്റി ഭയങ്കരമാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ട് വന്നതാണ് നാടൻ തേക്ക്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് ജാക്ക്വുഡ് അഥവാ പ്ലാവ്. പ്ലാവ് തന്നെ ഏറ്റവും നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇതിനും മറ്റേന്റെ അത്ര കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇതിനും ഈ പറയുന്ന കണക്ക് തെർമൽ എക്സ്പാൻഷനെയും അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ ഇത് ഒരു പരിധി വരെ എടുക്കാൻ പറ്റും. പക്ഷെ നല്ല വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഇവൻ കൊണ്ട് ഇതാവും. അതുപോലെ തന്നെ മറ്റതിനെന്ന് പറയുമ്പോൾ വെള്ളത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു തേക്കിന്. പക്ഷെ ഇതിന്റെ പുറത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് വികസിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതും തേക്കിനെ പോലെ അത്രയും ഫിനിഷിംഗ് ഇല്ലെങ്കിലും ഇതുപോലെ നമുക്ക് കൊത്തുപണികളൊക്കെ ചെയ്ത് നമുക്കിതിനെ ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ വർക്കുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ജാക്ക്വുഡ് തന്നെ പല ടൈപ്പിലുണ്ട്. നമുക്ക് ഈ പല സ്ഥലത്തു നിന്നായിട്ട് നമുക്ക് വാങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെയൊക്കെ അതായത് 98-99 കാലഘട്ടത്തിലാണ്, ഇതിലൊക്കെ അത്രയും ഏജ് ഉള്ളവരുണ്ടെങ്കിൽ അറിയാമായിരിക്കും, നമുക്ക് വന്ന മലേഷ്യൻ പ്ലാവ് 2000-ലൊക്കെ വളരെ സുലഭമായിരുന്നു. അതായത് ഈ പ്ലാവിന്റെ അതേ കളറിൽ അതേ ക്വാളിറ്റിയിൽ എന്ന് തോന്നത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നതാണ് ഈ മലേഷ്യൻ പ്ലാവ്. ഈ മലേഷ്യൻ പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇപ്പൊ നമ്മൾ ഈ പ്ലാവിന്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. പക്ഷെ മറ്റേതിൽ ഈ കേടൊന്നും ഇപ്പൊ ഇവിടെ അടയാളം കിടക്കുന്നുണ്ടോ? ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ഇത് കട്ടിങ് ആയിട്ട് വരും.
അപ്പോൾ ഈ നാടൻ പ്ലാവൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതിൽ കേടുകൾ ഉണ്ടാവുക. പക്ഷെ ഇതിനെന്ന് പറയുമ്പോൾ അത്തരത്തിൽ കേടുകളൊന്നും കാണത്തില്ല. നല്ല കാണാൻ നല്ല രസത്തിൽ നമുക്ക് ഇരിക്കുവാൻ. പക്ഷെ ഇതിനുണ്ടായിരുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിന് വെയിറ്റ് കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ്. ഈ ഡെൻസിറ്റി കുറവ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഴപ്പം, അത് വിജാഗിരിയോ കുറ്റിയോ സ്ക്രൂവോ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, കുറച്ചു കാലം കഴിയുമ്പോൾ വാക്കല്ലാതെയൊക്കെ നമ്മൾ കയറി പിടിക്കുകയാണെങ്കിൽ ഇത് ഊരിപ്പോകും എന്നുള്ളതായിരുന്നു ഈ മലേഷ്യൻ പ്ലാവിനുണ്ടായിരുന്ന കുഴപ്പം. അതായത് ഇതിന്റെ വെയിറ്റ് വളരെ കുറവ്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് യാതൊരു കേടും ഇല്ലാത്തത്. നമ്മൾ പ്ലാവാണ് എടുക്കുന്നതെന്ന് പറയുമ്പോഴേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ അത് ഈ വെള്ള വെച്ചേക്കല്ലേ എന്ന് പറയും. അപ്പൊ ഇതിൽ ഒട്ടും വെള്ള ഇല്ല എന്നുള്ളൊരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാറുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു കുഴപ്പം ഇതായിരുന്നു. എന്താണ്? അപ്പോ ഇതിനുള്ള വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഒന്ന്, അതായത് ഇതിന്റെ പുറത്തൊരു ഗ്രെയിൻസ് വീഴുമായിരുന്നു. ഗ്രെയിൻസ് മീൻസ് ഒരു വരകൾ വീഴുമായിരുന്നു. അതായിരുന്നു ഈ മലേഷ്യൻ പ്ലാവിന്റെ ഒരു പ്രത്യേകതയായിട്ട്. മലേഷ്യൻ പ്ലാവല്ല ഇത്, ഞാൻ ഒരു പ്ലാവിന്റെ തന്നെ കാണിച്ചതാണ്. ഏതാണ്ട് ഈ പ്ലാവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടോ ഒരു കളർ മാറിയിരിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ കേടുകളുണ്ടാവും. കണ്ട, ഇതിലൊരു കേട്, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഒരു അടയാളം. ഇതൊക്കെ നമുക്ക് നാടൻ പ്ലാവിന് വരുന്ന ഒരു പ്രത്യേകതകൾ. പക്ഷെ ഈ മലേഷ്യൻ പ്ലാവ് ആയി കഴിഞ്ഞാൽ ഈ അടയാളങ്ങളൊന്നും കാണത്തില്ല, പ്ലെയിൻ ആയിട്ടിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു കേടും ഉണ്ടാകത്തില്ല, നല്ല ഗ്രെയിൻസും ഒക്കെ. പക്ഷെ ഉള്ളത് ഇതാണ്, അതിന് നമുക്കിങ്ങനെ ഒരു കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്താണ്, ഇതിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് പറ്റും, ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരി വരും. അടുത്ത് പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവ മാറുകയും ചെയ്യും. പലപ്പോഴും നല്ല മഴക്കാലത്ത് നമ്മൾ ഈ വീടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് അടയില്ലാത്തതുകൊണ്ട് കുറച്ച് ചീകി വിടും. അത് കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഇവൻ കൊണ്ട് ചുരുങ്ങും. അപ്പോൾ പറയാം, അയ്യോ അപ്പുറത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ വെട്ടം വരുന്നുണ്ട്. അങ്ങനെ തന്നെ അതിന് പിൻകോഡ വൈലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തടികളും ഈ മലേഷ്യയിൽ നിന്ന് വരുമായിരുന്നു. പക്ഷെ ഈ തടികൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കുഴപ്പം ഇതായിരുന്നു, ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. അതൊക്കെ പിന്നീട് ഇപ്പോൾ നിന്നുപോയി എന്നുള്ളതൊന്നും ഒരു കാലത്ത് ഞങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് പരാതികളൊക്കെ. വയലറ്റാണ്, വയലറ്റിനൊക്കെ ഭയങ്കരമായ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. വയലറ്റ് മീൻസ് വയലറ്റ് കളറിലാണ് ആ തടി ഉണ്ടായിരുന്നത്. അപ്പൊ ജനലിനോ നമ്മൾ അടപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കേടും ഒന്നും കാണത്തില്ല. പക്ഷെ ഇതാണ് ആ അടപ്പ് കേട്, അതായത് ഉളുക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പൊടിഞ്ഞു പോകുക, മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വലിയ തടിയുന്ന ലോക് നമ്മളെല്ലാം കിടക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലുതിൽ നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. ഏത് വലിപ്പത്തിന് കിട്ടും. അതായത് പലകയും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു മരത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ വന്ന ഏക കുഴപ്പം ഇതായിരുന്നു, ഇതിന് തെർമൽ ഇതിന്റെ എടുക്കാനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ കുറേ കാലം മഴയായിരിക്കും, പിന്നെ വെയിലായിരിക്കും, വീണ്ടും മഴയാവും, വെയിലാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പരാതികൾ വരുന്ന ഒരു ലെവലിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇതൊക്കെ നിർത്തിയത്. ശരി, നമുക്ക് മലേഷ്യൻ പ്ലാവിലേക്ക് വരാം. ഈ മലേഷ്യൻ പ്ലാവ് അപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, നിങ്ങൾക്ക് ആ കയ്യിലെടുക്കുമ്പോഴുള്ള വെയിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമതായിട്ട്, നമുക്ക് വെയിലത്ത് കൊണ്ടിട്ടിരുന്നാൽ ഈ പൈസ് നല്ല വെയിലടിക്കുന്ന സ്ഥലത്തിരുന്നാൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വരകളുണ്ട്, നമ്മളെ ചിലന്തി വല കണക്ക് വരകൾ വീഴും. അത് പക്ഷേ നമ്മൾ പിന്നെ പെയിന്റൊക്കെ അടിച്ച് വെയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ ഇതല്ല കുഴപ്പം. യഥാർത്ഥ കുഴപ്പം ഇതായിരുന്നു. ഒന്ന്, ഡെൻസിറ്റി കുറഞ്ഞത് കാരണം വിജാഗിരി കുറ്റി സ്ക്രൂ ഒക്കെ ഇതിന്ന് പലപ്പോഴും ഊരി വരുന്ന സംഭവം. അല്ലാതെ ഇതിങ്ങനെ തൂങ്ങിപ്പോ നമ്മൾ ഇതിന്റെ ഫ്രെയിമിലാണ് നമ്മളിത് പിടിപ്പിച്ചെങ്കിൽ വെയിറ്റ് കൊണ്ടിട്ട് ഈ എഡ്ജ് കൊടുത്ത്. ഇതായിരുന്നു ഇതിന്റെ ഡിഫക്റ്റ്. ഓക്കെ, അപ്പൊ മലേഷ്യൻ പ്ലാവിന്റെ ഡിഫക്റ്റുകളും എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിന്റെ ഗുണവും ഒരാൾക്ക് പറയാം? പറഞ്ഞോ. മറ്റു തടികളെ അപേക്ഷിച്ച് മലേഷ്യൻ പ്ലാവ് ഒന്നാമത്തെ കാര്യം വെയിറ്റ്ലെസ് ആണ്, അതായത് ലോ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂകളും കാര്യങ്ങളും ഒക്കെ വിചാരിയൊക്കെ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ഊരി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ നാടൻ പ്ലാവിനെക്കാട്ടിലും മലേഷ്യൻ പ്ലാവിൽ വെള്ള കുറവായിരിക്കും. പക്ഷേ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ഗ്രെയിൻസ് പോലുള്ള ചിലന്തി വര പോലുള്ള ലൈൻസ് വിടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ തെർമൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മറ്റ് തടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്.
ഹലോ. ഓക്കെ, ഇതിന്റെ റേറ്റും കുറവാണ് കേട്ടോ. റേറ്റ് മറ്റേ ആ തടിയുടെ അത്ര റേറ്റ് ഇല്ല. കാരണം ഇത് വെയിറ്റും മറ്റു കാര്യങ്ങളൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ റേറ്റ് കുറവ്. ലോഡ് ബെയറിംഗ് സർ? ലോഡ് ബെയറിംഗ് അല്ല. അത് സാധനം അല്ല. ഡെൻസിറ്റി ഇല്ലല്ലോ. ആ ഡെൻസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇവ കൊണ്ട് ഇങ്ങനെ വളഞ്ഞുകളെ. ആ. ഇവന് വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇവനിങ്ങനെ പ്ലാവ് കണക്ക് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് പിന്നെ വന്നതാണ് നമ്മുടെ പ്ലാന്റേഷൻ വുഡ്. ജാക്ക്വുഡ് തന്നെ പ്ലാന്റേഷൻ വരാത്തത്. എന്താണ് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ? ഗുജറാത്തിലും അതുപോലെ സ്ഥലത്തൊക്കെ ഈ വലിയ പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മളില്ല കോഴിക്ക് കണ്ടിട്ടില്ലേ, നമ്മളെ നാടൻ കോഴിയും മറ്റേ ഇതുണ്ടല്ലോ വരകോഴിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ കോഴിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന കണക്ക് തന്നെ ഇതിന് പ്ലാന്റേഷനിൽ ഇതിന് പ്രത്യേക ഹോർമോണൊക്കെ കൊടുത്ത് ഈ തടിയെ ഇങ്ങനെ പെരുക്കിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തടി എപ്പോൾ എവിടെ നോക്കിയാലും നല്ല മഞ്ഞ കളറായിരിക്കും, വെള്ള കാണത്തേ ഇല്ല. പക്ഷെ നമുക്കറിയാം മറ്റേ ഇതിന്റെ എല്ലിന് ബലമില്ലെന്ന് പറഞ്ഞതുപോലെ ഈ തടിക്കും എന്തില്ല, ബലമില്ല. ഇതും ഇതേ കണക്ക് അതിനെ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ ഒരു ഡോർ എടുത്ത് പൊക്കി കൊണ്ടുപോകാൻ പറ്റും. ഒരു ഡോറിന്റെ ഫ്രെയിമൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്ത്, അതായത് അതിന്റെ വെയിറ്റ് ഇല്ലാതെ. വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി ഇല്ല. ഡെൻസിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിജാഗിരി സ്ക്രൂ ഒക്കെ ഊരി വരും. പിന്നെ ഇതൊക്കെ വെച്ച് നമ്മൾ ഇതുപോലുള്ള ഡോറിന്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മളിതിനെ ചട്ടങ്ങളെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ നാട്ടിലൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം കാണാം. കാര്യം ഇവന് വെയിലടിച്ച് കഴിയുമ്പോൾ ഇവന്റെ ഇത് ഈ കനം കുറേ ഇത് ഹാർഡ്നെസ് കുറവ് കാരണം ഇത് വളഞ്ഞു. അപ്പൊ ഇത് പിന്നെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഇതിന് കുത്തുകുത്ത് വീഴും. ഇങ്ങനെ പൂഴിക്കുത്തെന്ന് പറയുന്നത് ഇത് ചെതില് പോലുള്ള ഒരെണ്ണത്തിന്റെ അകത്തൊക്കെ കയറിയിട്ട് നമ്മളായിട്ട് ഉളുപ്പെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അതിനുള്ള കാരണം ഇതിന് ഹാർഡ്നെസ് ഇല്ല, പകരം ഈ കളറ് അടിച്ചത് കൊണ്ടാണ് ഇവർ ഈ മഞ്ഞ കളർ കാണുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പ്ലാവിന്റെ തടിയെ മൂന്നായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ് മൂന്ന്? ഒന്ന് നാടൻ പ്ലാവ്, രണ്ട് മലേഷ്യൻ പ്ലാവ്, മൂന്ന് നമ്മുടെ പ്ലാന്റേഷൻ. അപ്പൊ ഇതിന് ഏറ്റവും റേറ്റ് കൂടിയത് നമ്മുടെ നാടൻ പ്ലാവാണ്. പക്ഷെ നാടൻ പ്ലാവിനുള്ളൊരു കുഴപ്പം, നമുക്ക് കാഴ്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒരുപാട് കേടുകൾ ഉണ്ടാകും. അതുപോലെ വലുപ്പവും അത്ര വലിയത് കാണത്തില്ല, റേറ്റും കൂടുതലായിരിക്കും. ഓക്കെ, മലേഷ്യൻ പ്ലാവ് ആകുമ്പോൾ റേറ്റ് കുറവായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഡെൻസിറ്റി കുറവ്, വെയിലത്ത് പൊട്ടും. അടുത്ത് പിന്നെ വന്നത് പ്ലാന്റേഷനാണ്. പ്ലാന്റേഷൻ വുഡിനെ സംബന്ധിച്ചിടത്തോളം അത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്, റേറ്റ് കുറവാണ്, പക്ഷെ ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്കാണ്, ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് വളയുകയോ അല്ലെങ്കിൽ ലോഡ് ബെയറിങ്ങോ അല്ല. വളയം പിന്നെ ഇതിന്റെ വിജാഗിരിയും കുറ്റി സ്ക്രൂ ഒക്കെ ഊരി വരികയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്ലാവിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമോ? എത്ര ടൈപ്പ് പ്ലാവ് ഉണ്ട്, അതിന്റെ പ്രത്യേകത എന്താ? ജാക്ക്വുഡിനെ കുറിച്ച് ഒന്ന് പറയും. പെട്ടെന്ന് പറയും. സർ, പ്ലാവ് മൊത്തം 3 തരം ഉണ്ട്. ഹലോ, കേൾക്കാമോ സർ? പറഞ്ഞോളൂ. ഒന്ന് വന്നിട്ട് നാടൻ പ്ലാവ്, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന നാടൻ പ്ലാവ്. അത് വന്നിട്ട് ക്വാളിറ്റി വൈസ് ഈ 3 പ്ലാവിനെ വെച്ച് നോക്കുമ്പോഴും ക്വാളിറ്റി വൈസ് ബെറ്റർ ആണ്. പക്ഷെ അതിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിന് അത്യാവശ്യം വിലയും നല്ല റേറ്റും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, മലേഷ്യൻ പ്ലാവ് വന്നിട്ട് വെയിറ്റ് നാടൻ പ്ലാവിനെക്കാട്ടിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തെർമൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അതിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഈ നല്ലോണം ഉണങ്ങിക്കഴിയുന്ന തടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ഡോറൊക്കെ എടുത്ത് പൊക്കാനൊക്കെ പറ്റും. പിന്നെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അതിന് നാടൻ പ്ലാവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പ്ലാന്റേഷൻ ജാക്ക്വുഡ് ആണ്. പ്ലാന്റേഷൻ ജാക്ക്വുഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ബ്രോയിലർ കോഴിയെ വളർത്തിയെടുക്കുന്നത് പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിന് വേണ്ടിയിട്ട് പർപ്പസിന് വേണ്ടി വളർത്തി ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് വളർത്തിയെടുക്കുന്നതായതുകൊണ്ട് അതിനും അതിൻ്റെതായ രീതിയിലുള്ള നമ്മുടെ നാടൻ പ്ലാവിന്റെ അത്ര ക്വാളിറ്റി അതിനും വരത്തില്ല. അതിലും ഇതുപോലെ തന്നെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും.
പിന്നെ ഈ സ്ക്രൂസ് ഒക്കെ വച്ചാലും ഊരിപ്പോരുന്ന പ്രശ്നം കൂടുതലുണ്ടാവും. തെർമൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നല്ല രീതിയിൽ നാടൻ പ്ലാവിനെക്കാട്ടി ബാധിക്കുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. എന്താണ്? ആഞ്ഞിലിയുണ്ട്. അതാണ് നമുക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആഞ്ഞിലിവുഡിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കംപ്രസീവ് സ്ട്രെങ്തും നന്നായിട്ട് എടുക്കും, അതുപോലെ തന്നെ ടെൻഷൻ ലോഡ് ബെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പഴയ സ്കൂൾ ബിൽഡിങ് അതുപോലുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്നതെല്ലാം ഈ ആഞ്ഞിലിവുഡായിരുന്നു. അപ്പൊ ഈ ആഞ്ഞിലിവുഡ് ഇന്ന് നമുക്ക് ഈ ഫ്രെയിമുകൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതിന്റെ ഷട്ടർ, അതായത് ഇതുപോലുള്ള അടപ്പിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചട്ടം എന്ന് പറയുന്ന ഈ സാധനം, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെന്ന് പറയില്ല, എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചട്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സാധനമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വളയും. അതുകൊണ്ട് ഈ ഒരു പീസായിട്ട് ഈ പറയുന്ന ആഞ്ഞിലിവുഡ് ഉപയോഗിച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു, ഞങ്ങളെ വീശുക എന്ന് പറയും, ഇങ്ങനെ വളഞ്ഞു പോകും. അതുകൊണ്ടാണ് പഴയ സ്കൂൾ ബിൽഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഞ്ഞിലിവുഡ് ഉപയോഗിച്ചെടുത്തൊക്കെ ആ ഡോറൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഈ പലകയായിട്ട്, ഈ ആഞ്ഞിലിവുഡ് പലകയായിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് വളഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഏറ്റവും ബെറ്റർ ഈ സാധനമാണ് ഈ പറഞ്ഞ കണക്ക് അതിന്റെ ഫ്രെയിമിനായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കട്ടി ഉരുപ്പടി എന്ന് പറയും. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഞ്ഞിലിവുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എത്ര വർഷം കഴിഞ്ഞാലും അത് ആ ലോഡ് ബെയറിംഗ് ആയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് പറയാമോ എന്താണ് ആഞ്ഞിലിവുഡ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഹലോ സാർ. ഹലോ. ആ, പറഞ്ഞോ. ഇതിന് ആഞ്ഞിലിവുഡിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, ടെൻഷനും കൂടുതലാണ്. ഷട്ടറിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് പലകയായിട്ട് ഫ്രെയിം വർക്കിന് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ ഒരിക്കലും എന്തിനു ഉപയോഗിക്കരുത്? ഷട്ടർ എന്ന് വെച്ചാൽ ഇതിന്റെ അടപ്പിന് നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ ഇതുപോലുള്ള പലകകൾക്ക് വേണ്ടി ഈ ചട്ടം എന്ന് പറയുന്നത് ഈ മെയിൻ ഫ്രെയിമുകൾക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ഇവ എന്ത് ചെയ്യും? കൊണ്ടുപോകണം. ഫ്രെയിമിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് പലകയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുന്ന സമയത്ത് ഇത് വളഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. സാർ, ഇത് വെയില് കൊണ്ട് കഴിഞ്ഞപ്പോ വളഞ്ഞോ? ഇല്ല, ഈ സാധനമല്ല, ഇതിന്റെ കട്ടിയുള്ള സാധനം വളയത്തില്ല. ഇതിന്റെ ഞാൻ പറഞ്ഞത് ഈ പലകയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കനം കുറവല്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, ആദ്യത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ? അത് കട്ട് ചെയ്ത് എടുക്കുന്നത് വളരെ കനം കുറച്ചാണ്. അങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് വരുന്നൊരു കുഴപ്പം എന്താണ്? ഇപ്പൊ ഇത് നോക്ക്, ആ ഒരു ചെറിയ കനമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചെറിയ കനത്തിന് നിങ്ങൾ ഈ ഒരു സാധനം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങനെ പിരിഞ്ഞു. അതേസമയം ഇത് വലിയ കട്ടിയായിട്ട് നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു കുഴപ്പമില്ല. ഇതായിരുന്നു ഇതിനുള്ള പ്രത്യേകത. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ ഇതിനെയൊക്കെ ഫ്രെയിം നോക്ക്, ഇപ്പൊ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നോക്ക്, അവിടെ ചെറിയ കനത്തിനാണ് എടുക്കുന്നത്. അപ്പൊ ആ കനത്തിനെടുക്കുന്ന ഈ പീസ് കൊണ്ട് തിരിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു തടികൾ? ഒരാൾക്ക് പറയാം എന്തൊക്കെ തടികളാണ് നമ്മൾ സാധാരണ ഒരു വീടിന്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട്? ഈട്ടിയാണ് സാർ ആദ്യം പറഞ്ഞത്. പിന്നെ തേക്ക് പറഞ്ഞു. തേക്കിൽ തന്നെ നാടൻ തേക്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ കൂപ്പ് തേക്കുണ്ട് അല്ലേ? കൂപ്പ് തേക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടായിരുന്ന ഈ കൂപ്പ് ലാന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ കൂപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ. പിന്നെ ജാക്ക് വുഡ് ആണ്. ജാക്ക് വുഡ് നാടൻ വരുന്നുണ്ട്, നാടൻ പ്ലാവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മലേഷ്യൻ പ്ലാവ് വരുന്നുണ്ട്. പിന്നെ പ്ലാന്റേഷൻ. നാടൻ തേക്ക് എന്ന് പറഞ്ഞാൽ അത് വില കൂടുതലാണ്, പക്ഷെ നല്ലതാണ്. പക്ഷെ അതിൽ കേടുകൾ വരാൻ സാധ്യത കൂടുതലാണ്, കേടുകൾ ഉണ്ടാവും.
പിന്നെ മലേഷ്യൻ തേക്കാണെന്നെങ്കിൽ നമ്മള് മലേഷ്യൻ വിജാഗിരിക്ക് തേക്കല്ല, വെക്കുന്ന പ്ലാവിനെ കുറിച്ചാണ് പറയുന്നത്. സോറി പറഞ്ഞു മാറിയത്. പ്ലാവ് മറ്റേ മലേഷ്യൻ പ്ലാവ് വരുന്നുണ്ട്. ഉം. അത് എന്താന്ന് വെച്ചാൽ അത് വിജാഗിരിയൊക്കെ വെക്കുന്ന സമയത്ത് അത് ഇളകി പോകാൻ സാധ്യത കൂടുതലാണ്. ഉം. അതിന് വെയിറ്റും കുറവാണ്. ടെൻഷൻ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. പിന്നെ പ്ലാന്റേഷൻ പറഞ്ഞ ടൈപ്പിൽ വരുന്നത് ഡെൻസിറ്റി കുറവാണ്, ലോഡ് ബിയറിംഗും കുറവാണ്. ഉം. ശരി. പിന്നെ ആഞ്ഞിലിയാണ് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, ടെൻഷൻ കൂടുതലാണ്. പിന്നെ നമുക്ക് ഫ്രെയിമിനാണ് ഉപയോഗിക്കാനാണ് നല്ലത്. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് തടിയെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നമുക്ക് തടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലാണ്. ഇപ്പൊ ഞാൻ എനിക്കിപ്പോൾ 32 വർഷം ആയി, 33ാമത്തെ വർഷമാണ്. ഇതിനിടയിൽ ഞാൻ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് നമുക്ക് തടി മേടിക്കാൻ പറ്റുക. അപ്പൊ ഞാനൊരു കടയിൽ ചെന്നിട്ട് ഇതുപോലൊരു തടി മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവര് പറ്റിക്കുന്ന ആൾക്കാരും കൊണ്ടും അല്ലാത്തതും ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും, പണ്ട് നമ്മൾ പറയാറില്ലേ, ശരിക്കും നല്ലൊരു പോലീസുകാരൻ എന്ന് പറയുന്നത് കള്ളനേക്കാൾ നന്നായിട്ട് ചിന്തിക്കുന്നവനായിരിക്കും. എങ്കിൽ മാത്രമേ അവന് ഈ കള്ളനെ പിടിക്കാൻ പറ്റൂ. ഇതുപോലെ തന്നെ ഇവിടെയും നമ്മളെ പലപ്പോഴും ഓണർ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന തടി നമുക്ക് നോക്കിയെടുത്ത് തരും. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആ തടി നോക്കിയെടുക്കാനായിട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ കാര്യം നോക്കാം. ഇതുപോലെ തടി ഇതേ ഉണക്കടിക്ക് വീഴ്ത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഒരു ടേപ്പ് എടുത്ത് കണ്ട് ഇതുപോലെ പിടിക്കാനായിട്ടായിരിക്കും ഉദ്ദേശിക്കും അല്ലെ. ടേപ്പ് എടുത്തിട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ട് എന്ന് നമ്മൾ നോക്കും. ഇതാണല്ലോ. അപ്പൊ ഇതുപോലെ നമുക്കും ആ ടേപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടുണ്ടാവും. ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അളവിങ്ങനെ നോക്കുകയായിരിക്കും ചെയ്യും അല്ലെ. എത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഈ സൈഡിലായിരിക്കും. നമ്മളിങ്ങനെ നോക്കും, ഇവിടെ എത്രയുണ്ട് എന്നായിരിക്കും നോക്കുക. പക്ഷെ നിങ്ങൾ ഒരു വശത്തും മറുവശത്തും നോക്കി, ഇവിടെ ഈ വിരൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതുപോലെ ഇവിടെയും ഇതിൽ ഒരുപാട് പറ്റിപ്പുകളുണ്ട്. അതായത് നമ്മൾ സത്യസന്ധരായോണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ഇവിടെ ഈ 2 എൻഡ് മാത്രമേ, അതായത് നിങ്ങൾ ഇപ്പൊ ഈ ടേപ്പിന്റെ ഈ 2 എൻഡ് മാത്രമേ നിങ്ങൾ നോക്കുള്ളൂ എന്നതാണ് ഇവിടെ പ്രത്യേകത. എന്നാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്തത്, ഈ ഒരു പിക്ചർ നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാം. ഇവിടെ കണ്ടൊരു കല്ല് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കല്ലിരിക്കുന്നത് കാണുന്നുണ്ടോ? വിസോർണോ? യെസ് സർ. കണ്ട് ഈ ഒരു കല്ല് കാണുന്നുണ്ടോ? കണ്ട് ഇവിടെ ഒരു കല്ല് കാണുന്നുണ്ടോ? എന്തിനായിരിക്കും ഇവർ ഈ കല്ല് വെച്ചേക്കുന്നത്? പറയാം, എന്തിനാ ഈ കല്ല് വെച്ചത്? തടി പൊന്തി നിൽക്കാൻ വേണ്ടിയത്, അതിന്റെ അടിയിൽ കൂടെ ടാപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ആ അതെ അതെ, എന്റെ ക്ലാസ്സിൽ ഇരുന്ന ആള് തന്നെയാണേ നീ. ക്ലാസ്സിൽ ഇരുന്ന ആളാണോ അല്ലാത്ത ആളാണോ? പറയൂ, പേരെന്താണ് പറഞ്ഞത്? പേര് മുസ്തഫ എന്നാണ്. ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ക്ലാസ്സിലിരുന്നു ഞാൻ ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല നേരത്തെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഓക്കെ, ഞാൻ അപ്പൊ വെരി attend ഗുഡ്. ചെയ്തിട്ടില്ല. അപ്പൊ നല്ല ഭാവിയുള്ള ആളാണ് കേട്ടോ. ശരി, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. ശരി, അപ്പൊ ഇവര് പറഞ്ഞ കേസ് കറക്റ്റ് ആണ്. അതായത് പലപ്പോഴും എല്ലാ മില്ലുകാരെയും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല, എൻ്റെ പല അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും, ഇതുപോലെ ടേപ്പ് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലും ഈ കല്ല് ഇതേക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചോളൂ. ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകാറില്ല, ഈ സൈഡിലേക്ക് നിങ്ങൾ പോകാറില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ സൈഡിൽ നിന്നിട്ടാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇതുവഴി ഇങ്ങനെ ടേപ്പ് എടുത്തിട്ട് ഈ കല്ലിൽ കൂടെ കയറ്റി ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് കൊണ്ടുവരും. ഇതിന് ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ ടേപ്പ് ഇങ്ങനെ കയറ്റി വളച്ച് തിരിച്ച് മുകളിൽ കൊണ്ടുവരും. അപ്പൊ ഇത് നടക്കുന്നത് ഇതിന്റെ അടിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ
എപ്പോഴും ഇവിടെ നിന്നിട്ടായിരിക്കും ഇത് നോക്കുന്നത്. ഈ സൈഡിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഈ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവരിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നറിയില്ല. അപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ഈ കല്ലിന്റെ ഇടയിൽ കൂടെ തിരിച്ചു മാത്രമേ ഇവര് മുകളിലോട്ട് കയറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ പറയും, ഈ പറഞ്ഞ ആള് തന്നെ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അതിന് പരിഹാരം? എന്താണ് പരിഹാരം? അത് നമ്മളതിന്റെ ചോട്ടിൽ നോക്കിയിട്ട് അത് കല്ലില്ലാത്ത ഭാഗത്തുനിന്ന് നടക്കില്ല നല്ലത്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇതിന്റെ അടിയിലാണ് കല്ലിരിക്കുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ അടിയിലോട്ട്, ഇതിന്റെ സെന്ററിൽ വേണമെങ്കിൽ ഒരു കല്ലെടുത്ത് വയ്ക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ടേപ്പ് ഇതിന്റെ അടിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുകളിലോട്ട് വരുന്നതേ കാണുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഈ മരത്തിന്റെ നോക്കും, ഈ ബാക്കിൽ എന്തുണ്ടെന്ന് നിങ്ങൾ അറിയില്ല. ഇത് തറയിൽ കിടക്കുന്ന ഒരു മരമാണെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ മാത്രമല്ലേ കാണും. കറക്റ്റാണ് സാർ, സാർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണ്? എന്താണ് ഇതിന് സൊല്യൂഷൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? കാര്യം ഇവര് നമ്മളെ അങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ, അല്ലേ? നമ്മൾ ടേപ്പ് കൊണ്ട് പോയാൽ മതി. ടേപ്പ് കൊണ്ടുപോയിട്ട് കാരണം ഇതുപോലെ ഇവർ ഇതിന്റെ മധ്യ ഇതിലോട്ട് അങ്ങോട്ട് കയറ്റുമല്ലോ, മെഷീനിലോട്ട് ഇങ്ങനെ കയറ്റാനായിട്ട് വെക്കൂലേ? ആ സമയത്ത് ടേപ്പ് കൊണ്ടുപോയിട്ട് പറഞ്ഞ കറക്റ്റാണ്, വെരി ഗുഡ്. നമ്മൾ ടേപ്പ് വെച്ച് ഒന്നും കൂടെ കാണാം. ഇപ്പൊ പൊങ്ങിയിരിക്കുകയല്ലേ, നമുക്ക് കാണാൻ കഴിയുമല്ലോ എവിടെ ഇവർ ഇതിന്റെ ഇടയിലിട്ട് കയറ്റും. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ടേപ്പ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്കിത് അവിടെ നിന്ന് എടുക്കുന്ന തടി അവരെ അളവൊക്കെ എഴുതിക്കോട്ടെ, പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ കയറ്റുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ പിടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാം. എങ്ങനെയാണ് അതിന്റെ ഇതൊന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പുതിയൊരാൾ പറയും. എന്താണ് മനസ്സിലായി? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. എന്താണ് മനസ്സിലായത്? പറഞ്ഞോളൂ. പെട്ടെന്ന് പറയും സാർ. അതായത് നമ്മൾ മില്ലിൽ തടിയെടുക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഈ അളവിൽ മായം ചേർക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ മില്ലുകാർ ഒപ്പിച്ചു വെക്കാറുണ്ട്. നേരത്തെ പറഞ്ഞാൽ എല്ലാവരും അടച്ചാപിക്കുകയല്ല, എന്നാലും ഉണ്ട് അങ്ങനത്തെ ഇതുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമ്മൾ തന്നെ ഒരു ടേപ്പും കൊണ്ടുപോയിട്ട് ഈ തടി മില്ലിലേക്ക് കയറ്റുന്ന സമയം നമുക്ക് തടിയുടെ ചുറ്റിനുമുള്ള സൈഡിൽ ഒന്നും തന്നെ നമുക്ക് ബ്ലോക്ക് ആയിട്ട് ഇരിപ്പില്ല എന്ന് ഉറപ്പുള്ള സമയം. അതായത് ഇപ്പൊ നമ്മൾ 2 തടിക്ക് മുകളിലാണ് ഈ തടി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടിയിൽ ഒരു കല്ല് വേണമെങ്കിൽ അവർക്ക് എടുത്ത് വെക്കാം. അങ്ങനെ അല്ലാതെ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് നിൽക്കുക, മില്ലിലോട്ട് കയറ്റാൻ കൊണ്ടുപോയി എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന തടിയുടെ ചുറ്റിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നിടത്ത് നമ്മൾ ഒന്നുകൂടെ ടേപ്പ് പിടിച്ചത് കൺഫേം ചെയ്യുക, അളവ് അവർ പറഞ്ഞു തന്നെ അളവ് തന്നെയാണ് എന്ന് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുക. ഓക്കെ, അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അളവ് പെർഫെക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാം. ശരി, ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ വോളിയം കാണുന്നത് എങ്ങനെയാണ്? എന്ത് ഫോർമുല ഉപയോഗിച്ചാൽ ഇവർ ഇതിന്റെ വോളിയം കാണുന്നത്? എങ്ങനെയാണ് ഇതിന്റെ വോളിയം കാണേണ്ടത്? നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ക്യൂബിന്റെ വോളിയം കാണാനായിട്ട്, അല്ലേ? ഒരു ക്യൂബിന്റെ വോളിയം കാണുന്നത് എങ്ങനെ? πr² വെച്ചല്ലേ? യെസ് ഓർ നോ? ആ, πr² വെച്ചാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ പൈ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ നീളത്തെ അളക്കുമ്പോൾ നമുക്ക് πd എന്ന് പറഞ്ഞ് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ πd²/4 അല്ലെങ്കിൽ πr²h. അപ്പോൾ പൈ കിട്ടുന്ന എങ്ങനെയായിരിക്കും? നമ്മൾ ഇതിന്റെ പെരിമീറ്റർ അളക്കുന്നു, അപ്പൊ നമുക്ക് πd ആണ്. അപ്പൊ ആ πd, ആ പെരിമീറ്ററിനെ, ആ പി യെ നമ്മൾ എത്ര കൊണ്ട് ഭാഗിക്കും? πd എന്നല്ലേ കിട്ടിയത്. അപ്പോ ഈ പെരിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യാം? 3.14 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. അതായത് πd ആണ് നമുക്ക് ഇതെന്ന് കിട്ടും, അല്ലെങ്കിൽ 2πr എന്ന് പറയും. നമുക്ക് ഇതിന്റെ പെരിമീറ്റർ, ഇതിന്റെ റൗണ്ട് ചെയ്തെന്ന് കാണാം, അല്ലെ? അതിന്ന് ഈ പൈയെ ഡിയെ പൈ കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡി കിട്ടും. ഓക്കെ,
അങ്ങനെ ഭാഗിച്ചിട്ട്, അതായത് പൈ ഡിയെ ഈ പി എ ഇതുകൊണ്ട് ഭാഗിച്ചാൽ ഇത് ഈക്വൽ ടു പി ആണ്. പൈ ഡി ഈക്വൽ ടു പി, പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്ററിനെ നമ്മൾ ഇതുകൊണ്ട് ഭാഗിക്കുന്നു, പൈ കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഡി കിട്ടും. ഡിയുടെ പകുതി എടുക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ നമ്മൾ ഫോർമുലയാക്കി ഒന്ന് പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ള ഫോർമുലയാക്കി. പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ പൈ ആർ സ്ക്വയർ എച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വോളിയം കിട്ടും. എത്ര ക്യൂബാണ്, എത്ര ക്യൂബിക് ആണെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ? അപ്പൊ ഈ ക്യൂബിക്ക് കണ്ടു കഴിഞ്ഞാൽ ആ വോളിയം ആണോ നമ്മുടെ യഥാർത്ഥ വോളിയം എന്ന് പറയുന്നത്, അതോ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ കോളേജിൽ പഠിച്ച ഈ ഒരു ഫോർമുലയാണോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതോ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തടിയൊക്കെ പോയി വില നിശ്ചയിക്കാനാണോ? ആ, ഒരു ക്യൂബിക്കിന് എത്ര രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ക്യൂബിക്കിന് 3500 രൂപ, 4000 രൂപ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എത്ര ക്യൂബിക് തടി ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചോദിച്ചത്. അപ്പൊ അതിന് നമുക്കിതിന്റെ വോളിയം കാണാനായിട്ട് പൈ ആർ സ്ക്വയർ വെച്ച് നമ്മൾ കണ്ടിട്ട് ആ റേറ്റ് ആണോ നമ്മൾ കൊടുക്കേണ്ടത്, അതോ അതിലെന്തെങ്കിലും കൂട്ടിയോ കുറച്ചോ നമ്മൾ കൊടുക്കും? 78% ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ കോളേജിലൊന്നും പഠിക്കാത്ത ഒരു സാധനമാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഇതിന്റെ ഈ 4 സൈഡിലും കണ്ട ഇത്രയും സ്ഥലം വേസ്റ്റേജ് ആണ്. ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പീസ് വേസ്റ്റേജ് ആണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊറോട്ട എന്ന് പറയുന്ന കട്ട് ചെയ്തിട്ട് ഇതിനെ സ്ക്വയർ ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതിന്റെ 22% ടോട്ടലിന്റെ 22%ഓളം വേസ്റ്റേജ് ആയിട്ടാണ്. അപ്പൊ ആ വേസ്റ്റേജിന് നമ്മൾ എന്ത് ചെയ്യണ്ട? പൈസ കൊടുക്കണ്ട എന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് ഈ പൈ ആർ സ്ക്വയർ വെച്ചിട്ട് നിങ്ങൾ വോളിയം കണ്ടിട്ട് പൈസ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് അവർ മേടിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് 78,000 സാധനമേ കയ്യിൽ കിട്ടിയുള്ളൂ എന്നാണ്. ക്ലിയർ ആയോ? അതായത് വോളിയം കാണുന്നതിനെ 1,00,000 രൂപ നിങ്ങൾ പറഞ്ഞു, വോളിയത്തിന് ഇപ്പോൾ പൈ ആർ സ്ക്വയർ ചിട്ട് എടുത്തിട്ടു അതിനെ ക്യൂബിക്കിലേക്ക് മാറ്റി നമ്മൾ പറയണം ഇത്ര ക്യൂബിക്ക്. അപ്പൊ നമുക്ക് ഒരു 1,00,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 78,000 വില കൊടുത്താൽ മതി എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണ്? അതായത് ഇതാണ് നമ്മുടെ ഫോർമുല. പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 0.78. ഈ ഒരു വോളിയത്തിന് നമ്മൾ പൈസ കൊടുക്കും. സാധാരണ തടിമില്ലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ടേബിൾ ഉണ്ടാവും. ഈ ടേബിൾ വെച്ചിട്ടാണ് ഇവർ ഇതിന്റെ വോളിയം കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അത് പിടികിട്ടത്തില്ല. എന്നാൽ നമുക്ക് ഒരു കാൽക്കുലേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എടുക്കണം. അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ വോളിയം കണ്ടുവച്ചിട്ട് ഇത്ര ക്യൂബിക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഈ പറയുന്ന 22% അവരുടെ കയ്യിൽ. അപ്പൊ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ കണ്ടെത്തൽ. ഓക്കെ, ഒരാൾക്ക് പറയാമോ എങ്ങനെയാണ് എന്റെ വോളിയം കാണുന്നത്? ചുറ്റളവ് കണ്ടിട്ട് നമ്മൾ അതൊന്ന് എങ്ങനെ ഇതിലേക്ക് മാറും? ചുറ്റളവ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല പൈ ഡി ആണ്, അല്ലെങ്കിൽ പൈ ഡി എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ 2πr എന്നും പറയാറുണ്ട്. അപ്പോൾ ഈക്വൽ ടു പെരിമീറ്റർ. അപ്പോൾ ഒരാളൊന്ന് പറയും എങ്ങനെയാണ് കാണുന്നതെന്ന്. സാറേ, നമ്മൾ ആദ്യം തടിയുടെ ചുറ്റളവ് അളന്നെടുക്കുക. എന്നിട്ട് ഇപ്പൊ 2πr ഫോർമുലയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2πr എന്ന് പറയുന്നത് സർക്കിളിന്റെ പെരിമീറ്റർ ആണല്ലോ. അപ്പൊ നമുക്ക് ആ കിട്ടിയ പെരിമീറ്ററെ ഡിവൈഡ് ബൈ 2π ചെയ്യാൻ നേരത്തെ നമുക്ക് റേഡിയസ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് റേഡിയസ് കിട്ടിയത് കാരണം പൈ ആർ സ്ക്വയർ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് തടിയുടെ ഏരിയ കിട്ടും. ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ വോളിയം കിട്ടും. ആ വോളിയം ഇൻറ്റു നമ്മൾ 0.78, അതായത് 22% വേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റു 0.78 ഇടും. എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ റേറ്റ് കൊടുക്കേണ്ട വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ മാത്രമേ നമ്മൾ ഓളി എടുക്കാവൂ. ഇത് പക്ഷേ തടിമില്ലുകാരോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയോ ആരും നമുക്ക് പറഞ്ഞു തരാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മളെ അവർക്ക് നന്നായിട്ട് പറ്റിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു കേസ് ഉള്ളത്, ഈ തടിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പീസുകളായിട്ട് വാങ്ങാൻ പറ്റും. അതാണ് ഇതുപോലുള്ള പീസുകളായിട്ട്. ഈ പീസുകളായിട്ട് വാങ്ങുന്ന സമയത്തും ഇവർ ഇതുപോലെ നമ്മളെ പറ്റിക്കണം. രണ്ട് രീതിയിലാണ് ഇവർ പറ്റിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറയാമോ? രണ്ട് രീതി എന്തൊക്കെയാണ്? ഒന്ന്, മെഷർമെന്റിൽ നമ്മളെ പറ്റിക്കും. എങ്ങനെ മെഷർമെന്റ് പറ്റിക്കുന്നു? ഈ ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ നീളം അളക്കും. ഇങ്ങനെ അളക്കുമ്പോൾ അതിന്റെ നീളം പെർഫെക്റ്റ് ആയിരിക്കും. എത്രയാണോ നിങ്ങൾ കൊടുത്തത് അതിനേക്കാൾ ലേശം കൂടെ കൂടുതലുണ്ട്. പക്ഷെ ഇതിന്റെ തിക്നെസിന്റെ കേസിലേക്ക് വരുമ്പോൾ, അതായത് ഇതിന്റെ കനത്തിലേക്ക് വരുമ്പോൾ, ഈ കനം എന്ന് പറയുന്നത് ലേശം കുറയ്ക്കും. ഒരു നൂലെന്നാണ് അവർ പറയാറ്. അതായത് ചെറിയൊരു കനം കുറവുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ വരേണ്ടതിന്റെ കനത്തിനേക്കാൾ ലേശം കുറവേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ അത് കളയാറുണ്ട്. അപ്പൊ അതിന് കാരണമായിട്ട് അവർ പറയാറുള്ളത് എന്താണ്? ഇതിന് അറക്കപ്പൊടി എന്ന് പറയും. നമ്മളവിടെ അറുത്തിടുന്ന സമയത്ത്, ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പൊടി പറക്കാറുണ്ട്. അപ്പൊ ആ ബ്ലേഡിന്റെ കനമാണ് ശരിക്കും നമ്മുടെ ഈ പൊടിയായിട്ട് പോകുന്നത്. ആ ബ്ലേഡിന്റെ കനം ഇവര് ഇവിടെ കയറ്റി എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇതിന്ന് കുറച്ചു വന്നു. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ 2.5-4.5 ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കനം കൂടെ കുറച്ചിട്ടായിരിക്കും ഇവരിടുന്നത്. ഇതുപോലെ തന്നെ ഇവര് ഈ പറയുന്ന ഇതിന്റെ ഈ കനത്തിലും ഇതേ കണക്ക് കുറയ്ക്കും, ഇതിന്റെ ഈ വീതിയിലും ഇതേ കണക്ക്. ഇങ്ങനെ കുറച്ചാൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ കനത്തിൽ കുറയ്ക്കുന്നത് ഈ വീതിയിൽ ആണ്, ഇത്രയും ഏരിയയിലാണ് ഇത്രയും നീളത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ച് കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കുറയ്ക്കുമ്പോഴും ഇത്രയും നീളത്തിന് ഇതങ്ങ് പോകും. അതേസമയം ഒരു തടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് കൂട്ടിയാൽ ഇത്ര മാത്രമേ കൂടത്തുള്ളൂ. ഈ ഒരു പീസ് മാത്രമേ കൂടത്തുള്ളൂ. അതേസമയം ഇത് നീളത്തിന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം, അതായത് ഇതിന്റെ കനമോ ഇതിന്റെ വീതിയോ കൂടിയാൽ അതിന് എത്ര നീളമുണ്ടോ അത്രയും കൂടും. അപ്പൊ പലപ്പോഴും നമ്മളെ വിഡികളാക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ 7 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ അവർ ലേശം കൂട്ടിയിട്ടേ. 7 അടി എന്നുള്ളത് 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ കൂട്ടി. അപ്പൊ നമുക്ക് തൃപ്തി, ലേശം കൂടുതലുണ്ട്. എന്നിട്ട് ഇതിന്റെ കനം ലേശം, വിട്ടും ലേശം കുറയ്ക്കും. ഇനി നിങ്ങൾ ഒരിക്കൽ പോകുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, നമുക്ക് ഈ പറയുന്ന സാധനം കൃത്യ അളവിൽ തരണം. ഞാൻ ടേപ്പ് അല്ല, നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യും. ടേപ്പ് വെച്ച് മെഷർ ചെയ്താലും നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. നമ്മളെ കൈ ഉപയോഗിക്കുന്ന അളക്കാൻ കോളേജിലും സ്കൂളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലുണ്ടല്ലോ, ആ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. അങ്ങനെ അളക്കുമ്പോൾ ഈ അളവ് കൃത്യമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടനെ റേറ്റ് അങ്ങ് കൂട്ടും. അതായത് 1 ലക്ഷം രൂപയുടെ സ്ഥാനത്തിന് 10,000 to 20,000 എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഈ സാധനം തരാം. എന്ന് വെച്ചാൽ ഏതാണ്ട് 10% ഇവർ നമ്മളെ പറ്റിക്കുന്നു. എന്തിലൂടെ? ഈ കനത്തിന്റെ കാര്യം പറഞ്ഞിട്ടും ഈ അറക്കപ്പൊടിയുടെ കാര്യം. നമുക്കറിയാം, നമുക്കൊരു പ്രോഡക്റ്റ് തരുമ്പോൾ അതിന്റെ വേസ്റ്റേജ്, അതായത് നമ്മളെ സ്വർണം വാങ്ങുന്ന സമയത്ത് പണിക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇതിന്റെ കനം കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഇവിടുത്തെ റൂൾ. പക്ഷെ ഇവരിങ്ങനെ കുറയ്ക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി മെഷർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ കൊടുക്കുന്ന അളവ് ഒരിക്കലും ആ സാധനത്തിന് അവർ തരാറില്ല. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും അങ്ങനെയെന്നല്ല, എൻ്റെ അനുഭവത്തിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്കൊന്ന് പറയാമോ എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? ഇപ്പൊ ഈ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലും ആ അളവിന്റെ ക്ലിയർ ആയില്ല. അതായത് ഞാൻ പറഞ്ഞത്, ഈ തടിക്ക് ഒരു കനം പറയാറുണ്ട്. ആദ്യം എന്തെങ്കിലും തടിയുടെ ഡയമെൻഷൻ പറയും. നമുക്കിപ്പോ വേണ്ട പീസ് ഞാൻ പറയാം. അതായത് എനിക്ക് വേണ്ട പീസിന്റെ അളവ് ഞാൻ പറയാം. നമുക്കൊരു ഡോറിന് വേണമെങ്കിൽ ലെങ്ത്, അതായത് ഇങ്ങനെ എടുക്കുന്നത് 7 ഫീറ്റ് വേണമെന്ന് ഞാൻ ഓർഡർ കൊടുത്തു. അപ്പോൾ ഇവിടെ 7 ഫീറ്റ് എന്ന് എഴുതി. 7 ഫീറ്റ് ഇൻറ്റു കൊടുത്തു. അടുത്തത് ഇതിന്റെ വിഡ്ത്ത് കൊടുത്തു. അത് 4.5 ഇഞ്ച് എന്ന് പറഞ്ഞു. 4.5 ഇഞ്ച്. ഓക്കെ. ഇൻറ്റു ഇതിന്റെ തിക്നെസ് ഉണ്ടല്ലോ, തിക്നെസ് എത്ര കൊടുത്തു? 2.5 ഇഞ്ച് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ 7 ഫീറ്റ് നീളം,
4.5 വീതി, 2.5 ഇഞ്ച് കനം. അപ്പൊ ഇതുപോലൊരു പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ നീളം നിങ്ങൾ ഇങ്ങനെ ഈ നീളം ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇത് 7 എന്നുള്ളത് ലേശം കൂടുതലേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും അത് കുറയത്തില്ല. ഓക്കെ ആണോ? ഓക്കെ. അതായത് ഈ ഒരു ബാറ്ററി തന്നെ നോക്കാം. ഇതിന്റെ ഈ നീളത്തില് ലേശം അവർ കൂട്ടിയിട്ടേക്കും. നീളത്തിൽ കൂടിയാൽ ഈ ഒരു ഏരിയ മാത്രമേ കൂടുകയുള്ളൂ. അപ്പൊ ഇതിനൊരു 2 സെന്റി കൂട്ടിയാൽ ഇത്രയും സ്ഥലം മാത്രമേ കൂടത്തുള്ളൂ. അതേസമയം നിങ്ങൾ ഇതിന്റെ കനത്തില് ഇത്ര ലേശം ഒന്ന് താത്താൽ ഇത്രയും ഏരിയയ്ക്കാണ് ഈ കനം പോകുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഇങ്ങനെ ഒരു പീസ് ആക്കിയാൽ ഇത്രയും ഏരിയ, ഈ സർഫസ് ഏരിയ ഉണ്ടല്ലോ, ഈ സർഫസ് ഏരിയയ്ക്കാണ് ഈ കനം. അപ്പോൾ ഇതുപോലൊരു 10 പീസ് എടുത്ത് വെക്കുമ്പോൾ ഇതുപോലൊരു പീസ് മാറും. മനസ്സിലായോ? എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായോ? സാർ, അത് മറ്റേ ഈ അറക്കപ്പൊടിയ വാളും അതിന്റെ ഇഞ്ചെന്ന് പറഞ്ഞാൽ അത് കണക്ഷൻ മനസ്സിലായില്ല. അതാ പറഞ്ഞത്, ഇവരിത് കുറച്ചത് എന്തിന് നമ്മൾ ചോദിക്കും. ആ. ചോദിക്കുമ്പോ ഇവർ പറയാം അത് പൊടിയായിട്ട് പോയതിന്റെ ആണ് ഞാൻ കുറച്ചെന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കുറവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കളയും. ആ കുറവിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? ഈ സാധനം കറക്റ്റ് അളവിന് തരാത്തത് എന്ത് എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് അത് പറക്കപ്പൊടിയായിട്ട് പോയതിന്റെ ഒരു ചെറിയ കനമേ ഞാൻ കുറച്ചുള്ളൂ എന്ന് പറയും. പക്ഷെ ആ കനം വെച്ചിട്ട് ഒരു 10 പീസ് എടുക്കുമ്പോൾ ഇതുപോലൊരു പീസ് വരും എന്ന് നിങ്ങൾ ചിന്തിക്കില്ല. പകരം ഇവർ പറയുന്നതാണ് ഇത് നീളത്തിലാണ് ഞാൻ ലേശം കൂടുതൽ ഇട്ടു, ഇതിൽ പോയാൽ എന്ത് നീളം 2 ഇഞ്ച് കൂട്ടിയിട്ടു. ഈ കനത്തിലാണ് ഈ ചെറിയൊരു വ്യത്യാസം. അർത്ഥം മനസ്സിലായോ? അതിന്റെ വ്യത്യാസം മനസ്സിലായോ? നീളത്തിൽ കൂടുമ്പോ ഈ ഒരു ഏരിയ മാത്രമേ കൂടുന്നുള്ളൂ. അപ്പൊ 2 ഇഞ്ച് കൂടിയാലും ഇത്ര കനം മാത്രമേ കൂടത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ വോളിയം എടുത്താൽ വളരെ നിസ്സാരമായിരിക്കും. അതേസമയം ഇതുപോലുള്ള എത്രയോ പീസുകൾ 25 30 പീസ് ചേർന്നാൽ മാത്രമേ ഇത് ഇങ്ങനെ അറ്റത്തെത്തുള്ളൂ. ക്ലിയർ ആയോ? അതേസമയം ഇതിന്റെ കനത്തിന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇതെന്താ, ഒരു 10 പീസ് എടുത്ത് വെക്കുമ്പോൾ ഇതൊരു പീസായി. അപ്പൊ അവർ ഏതിലേ കുറയ്ക്കുള്ളൂ? ഇതിന്റെ ഈ തിക്നെസ്സിൽ മാത്രമേ കുറയ്ക്കൂ. ഇനി അവർ കുറയ്ക്കുന്നത് ഈ സൈഡിലാണ്, ഇങ്ങനെ കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ കുറച്ചാലും ഇത് ഇത്രയും നീളത്തിന് ഇത് കുറഞ്ഞു. അതും ചിലപ്പോ ഒരു 15 പീസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരെണ്ണം. ഇത് സ്ക്വയർ ആണെങ്കിൽ ഇതിൽ 10 പീസ് എടുത്ത് വയ്ക്കുമ്പോൾ വരും, ഇതും 10 പീസ് എടുത്ത് വയ്ക്കും. അപ്പോൾ 20 പീസ്. അപ്പോൾ ഏതാണ്ട് 20% നിങ്ങളെ പറ്റി. ഇത് ഇതേ കണക്കാണെങ്കിൽ ഒരു 10% പറ്റി. 10 to 15% ഉറപ്പാണ് ഈ ഒരു ചെറിയ കനക്കുറവ് മൂലം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഈ ചെറിയ കനക്കുറവിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇതെന്തായി പൊടിയായിട്ട് പോയി. പക്ഷെ നമ്മൾ റേറ്റ് കൊടുത്തേക്കുന്നത് അതിനല്ലല്ലോ, ക്യൂബിക് റേറ്റ് അല്ലേ. നമുക്ക് കിട്ടുന്ന വോളിയം അളന്നിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കേണ്ടേ? Yes or no? Yes, sir. പക്ഷെ ആ ഒരു വാക്ക് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, അത് പൊടിയായിട്ട് പോയി. ആ പൊടിയായിട്ട് പോയത് കൊണ്ട് ചെറിയൊരു കനക്കുറവേ ഉള്ളൂ. പക്ഷെ ഞാൻ നീളത്തിൽ ലേശം കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ അളന്ന് നോക്ക്, കണ്ട ഇത്രയുണ്ട്. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ കൂട്ടിയിട്ടത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയും വേണം. നമുക്ക് വേസ്റ്റേജാ. 2 10 കൂടുതൽ ഡോർ എടുത്ത് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 15 കൂടുതൽ. നമ്മൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. 1.5 മീറ്ററിന്റെ ഒരു വിൻഡോ പറഞ്ഞു, ആ 1.5 മീറ്ററിന്റെ പീസല്ലേ വെക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ വെച്ചാൽ കട്ട് ചെയ്യുന്നതിന് അങ്ങോട്ട് നമ്മൾ പൈസ കൊടുക്കും. അപ്പൊ അവൻ കറക്റ്റ് പീസ് മതി. പക്ഷെ ഇതിനെ പറ്റ ഈ ഒരു പീസുകൾ നമ്മൾ കൂട്ടത്തില്ല. ഞാൻ പറയുന്നത് പിടികിട്ടിയാ? പറഞ്ഞ എന്താണ് പറഞ്ഞെന്ന്? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു 7 അടി ഉള്ള ഒരു തടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നീളമുള്ള തടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 ഇഞ്ച് നീളം കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ 2 ഇഞ്ചിന്റെ നീളത്തിൽ വരുന്ന വോളിയം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പൊ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂടുതൽ വരുന്നത്, അതായത് ഇപ്പൊ അതിന്റെ വിഡ്ത്തും ഡെപ്തും എടുക്കുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ ഇപ്പോൾ 4.5ഉം 2.5ഉം വരുന്നിടത്താണ് ഈ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും നീളത്തിൽ വരുന്ന ആ വോളിയം എന്ന് പറയുന്നത് നേരത്തെ ഈ 2 ഇഞ്ച് കൂട്ടിയതിനെക്കാട്ടിലും ഒരു മിനിമം ഒരു 10 ടൈംസ് എങ്കിലും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഈ നീളത്തിൽ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്കത് വേസ്റ്റേജുമാണ്. 7 കൂടുതൽ വാതിൽ വയ്ക്കാൻ പറ്റാത്തത് വേസ്റ്റേജുമാണ്, നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. എന്നാൽ കൂടുതൽ നമ്മുടെ ക്യൂബിക് വോളിയത്തിൽ കൂടുതൽ അതിൽ വോളിയം കട്ടായി പോവുകയും ചെയ്യും.
അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അളന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യമേ ഇതൊക്കെ പറയണം കേട്ടോ. ആദ്യമേ പറയണം നിങ്ങൾ എന്താണ് ശരിക്കും ആരാ നമ്മൾ ഇവരെയൊക്കെ കള്ളരാക്കുന്നത്? നമ്മളെ പോലുള്ളത് തന്നെയാണ്. നമ്മൾ 10 കടയിൽ കയറിയിട്ട് റേറ്റ് എത്ര എന്ന് ചോദിക്കും അല്ലേ? പിന്നെ നല്ല അത് തടിയും നോക്കിയെടുക്കാം. പക്ഷെ ഈ മെഷർമെന്റ് നോക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ലേശം റേറ്റ് കുറച്ച് പറയും. അപ്പൊ നിങ്ങൾ ആദ്യമേ പറയണം, ഞാനിങ്ങനെ സ്കെയിൽ വെച്ച് ഞാനിത് അളന്ന് നോക്കും, എനിക്ക് കൃത്യ അളവ് കിട്ടണം, അരക്കപ്പൊടി പോയെന്നൊന്നും നിങ്ങൾ പറയും. അപ്പൊ ഇവർ ആദ്യം പറയും അങ്ങനെയല്ല, അങ്ങനെയൊന്നും സാധനം തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും അല്ല എനിക്കത് കിട്ടണം. എപ്പോൾ പറയും? റേറ്റ് എത്തിക്കൂടും. ഈ പറഞ്ഞ കണക്ക് 10% അവർ 15% അങ്ങനെ എടുത്താലേ ഇത് മുതലാവുന്നുള്ളതുകൊണ്ടാണോ അതേ ഇനി കള്ളത്തരം ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്യാൻ പലപ്പോഴും തയ്യാറാകാറ്. അപ്പൊ നമുക്ക് ആ ക്വാണ്ടിറ്റി കിട്ടിയിരിക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ക്യൂബിക് റേറ്റ് കൊടുക്കുന്ന നിങ്ങൾ ആ ക്യൂബിക്കിനുള്ള സാധനവും വാങ്ങണം. ഇത് ആരാ നിങ്ങളെ വിളിച്ചോണ്ട് പോണേ? നമ്മുടെ ഒരു ക്ലയന്റാ. അയാൾ നിങ്ങളെ വിശ്വസിച്ചാണ് അദ്ദേഹം വിളിച്ചോണ്ട് പോകുന്നത്. ആ വിളിച്ചോണ്ട് പോയി നിങ്ങൾ ഇതുപോലെ പീസൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും ഇരിക്കുമ്പോഴായിരിക്കും ഞങ്ങളെ പോലെ ഒരാൾ വന്നിട്ട് എന്താണ് തടിയൊക്കെ എടുത്താ എന്ന് പറഞ്ഞിട്ട് ഈ അളവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അളന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ആര് കമ്മീഷൻ മേടിച്ചതായിട്ട് വരും? ആര് കമ്മീഷൻ മേടിച്ചതായിട്ട് വരും? നമ്മള് കമ്മീഷൻ നിങ്ങൾ വാങ്ങിയതായിട്ടുള്ള മേടിച്ചത് ക്ലൈന്റ് വിചാരിക്കും. ആ ക്ലയന്റ് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, കള്ളത്തരത്തിന് അറിഞ്ഞുകൂടായ്മ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ കള്ളത്തരത്തിന് കൂട്ടുനിന്നതായിട്ട് പറഞ്ഞു. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാർ. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഈ പറയുന്ന അളവുകൾ എഴുതുന്നത് നോക്കിക്കോളൂ. അപ്പോൾ ഈ 7 അടി ആൾക്കാരുടെ പീസ്, അങ്ങനെ 15 അടിയുടെ പീസ്, ഇങ്ങനെ ഓരോ പീസുകളായിട്ട് വരും അല്ലെ? അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ അളക്കും, ടേപ്പ് വെച്ച് അളക്കും. അളക്കുമ്പോഴത്തേക്കാണ് ഈ അളക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് 7 അടി 1 ഇഞ്ച് എന്ന് വന്നു. അപ്പൊ നമ്മൾ പറയുന്നത് 1 ഇഞ്ച് ഇല്ലല്ലോ, ലേശം കുറവല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കയറി തർക്കിക്കും. ഈ തർക്കിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു? ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും? എഴുതുന്നുണ്ടാവും. എങ്ങനെ എഴുതുന്നുണ്ടാവും? 7 അടി 6 ഇഞ്ച്, 7 അടി 8 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോ കണക്കുകൾ ഇങ്ങനെ എഴുതുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങളൊന്ന് വായിച്ചോ. ഒരാൾ പറഞ്ഞോ 7 അടി, ഞാനിപ്പോ എഴുതുകയാണ്, 7 അടി 1 ഇഞ്ച് ഇല്ല. അപ്പൊ ഇവർ പറയണത് എന്നാ ശരി 7 അടി 1 ഇഞ്ചും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക 7 അടി എഴുതിയാൽ മതി എന്ന് അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു? അത് ഇതേ കണക്ക് എഴുതുകയാണ്. അടുത്ത് പിന്നെ വീണ്ടും അടുത്തെന്ത് ചെയ്യുന്നു? അടുത്ത അളവ് വായിച്ചു. അടുത്ത അളവും ഇതേ കണക്ക് തന്നെ പറഞ്ഞു. ഇപ്പൊ 8 അടി 2 ഇഞ്ചാണ് വന്നത്. അപ്പൊ 2 ഇഞ്ച് ഇല്ല, ഞങ്ങൾ ആ 1 ഇഞ്ചിന്റെ പൈസ തരുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ കയറി തർക്കിച്ചിട്ട് പറയും ശരി അങ്ങനെയാണെങ്കിൽ 8 അടി മതി എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇയാൾ എഴുതിയേക്കുന്നത് എന്ത് തന്നെയാണ്? 7 അടി 2 ഇഞ്ച് തന്നെയാണ്, മറ്റിടത്ത് 8 അടി 3 ഇഞ്ച് തന്നെയാണ്. നമ്മൾ വിശ്വസിച്ചതാണ്. ഈ പറയുന്ന ആള് ഈ ബുക്കിൽ എഴുതുമ്പോൾ കൃത്യമായിരിക്കും. കാര്യം നമ്മൾ അങ്ങനെയാ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ നിങ്ങൾ ഈ ടേപ്പിൽ മാത്രമേ നോക്കത്തുള്ളൂ. ഈ മെഷർമെന്റ് എഴുതുന്നവൻ തീരുമാനിക്കും, അവന്റെ ബുക്ക്, അവന്റെ പേന, അവന് ഇഷ്ടമായ രീതി അവൻ എഴുതി വെക്കും. അപ്പൊ ഇവിടുന്ന് 7 അടി 2 ഇഞ്ച് 1 ഇഞ്ച് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ 7 അടി മതി എന്ന് പറയുമ്പോഴും ഇവ എഴുതുന്നത് 7 അടി 1 ഇഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ 2 ഇഞ്ച് ആയിരിക്കും. കാണുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയും നിങ്ങളെ പറ്റിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പറയൂ, എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അത്ര. നമ്മൾ വിശ്വസിക്കരുത് അവര് നമ്മളെ പോലുള്ള ആൾക്കാരാണ്, നമുക്കുള്ള സ്വഭാവം അതാണ്. ഇത് ആർക്കറിയാം? അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വർഷമായി, 32 വർഷമായി എനിക്ക് ഈ ഫീൽഡിൽ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനർത്ഥം ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോലെ നമ്മൾ സത്യസന്ധരായതുകൊണ്ട് ഈ എഴുതുന്നവനും സത്യസന്ധനാവും. നമ്മൾ ഇവിടുന്ന് ടേപ്പിൽ പിടിച്ചിട്ട് പറയുകയാണ് 7 അടി 1 ഇഞ്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവനും 7 അടി 1 ഇഞ്ചെന്ന് എഴുതും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഇല്ല. അവനറിയാം എത്ര ഇഞ്ച് എഴുതണം. അതൊക്കെ നേരത്തെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7 അടി 1 ഇഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ കയറി തർക്കിക്കും. അപ്പൊ ഞാൻ പറയും 7 അടി എന്ന് എഴുതണമെന്ന് പറയുമ്പോഴായിരിക്കും ഇവ ഇവിടെ എഴുതുന്ന 7 അടി 5 ഇഞ്ച് എന്ന് എഴുതി വയ്ക്കും. പിന്നെ ഇങ്ങനെ കുറെ 10-50 അളവുകൾ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1-2 എണ്ണത്തിലായിരിക്കും ഇവൻ കയറ്റുന്നത്. അതായത് നമ്പേഴ്സ് കൂടിയതിൽ 1-2 എണ്ണം വരുന്നതിൽ കൂട്ടില്ല.
ചിലതൊക്കെ 50 പീസൊക്കെ വരും, അല്ലെങ്കിൽ 40 പീസ് വരും. ആ പീസ് വരുന്നതിൽ ഇതേ കണക്ക് 2 ഇഞ്ചോ 3 ഇഞ്ചോ കയറ്റി വെച്ച് അത് മൊത്തത്തിൽ വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് ഇങ്ങനെയും നിങ്ങളെയൊക്കെ പറ്റിക്കാം. ഓക്കെ, അപ്പോൾ തടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും 2 മണിക്കൂറത്തെ ക്ലാസ് ആണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ്. ഇതുപോലെ തന്നെ ഗ്രാനൈറ്റ് എടുക്കാൻ പോകുമ്പോഴും ടൈൽസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും കൂടെ പറയും. 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? തടിയെടുക്കാൻ പോകുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? സാർ, ഒന്ന് തടിയുടെ ചുറ്റളവ് എടുക്കുമ്പോൾ അതിനകത്ത് കല്ല് വെച്ച് ടേപ്പ് പിടിക്കുന്ന ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ കട്ട് പീസ് തടി എടുക്കുന്ന സമയത്ത് അതിന്റെ നീളത്തിൽ കൂടുതലിട്ടിട്ട് അതിന്റെ വിഡ്ത്തിലും ഹൈറ്റിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തി ഏരിയയിലുള്ള വ്യത്യാസം ലാഭമാക്കുന്ന ഒരു ചെറിയ തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത്, ഈ തടി അളന്ന് നമ്മൾ മെഷർമെന്റ് പറയുന്ന സമയത്ത് എഴുതുന്ന ആള് അവരുടെ ബുക്കിൽ എഴുതുന്നതിൽ വരുന്ന ഇറല്ല വരുത്തി വെക്കുന്ന തെറ്റ്, അങ്ങനെ ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ശരി ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഫ്രീ ഉള്ള ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ചൊന്ന് പറയൂ. ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ? ശരിക്കും ഇതൊക്കെ എന്താണ് അതിൻ്റെ ആവശ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇതിനെ കണ്ടക്ട് ചെയ്യാം. കാര്യം ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്ത്. ഇതൊന്നും എവിടെ നിന്നും ആരും പഠിപ്പിക്കുകയോ ആരും പറയാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടേതായ അനുഭവം അഭിപ്രായങ്ങളൂടെ പറയൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട്. സർ, നമുക്ക് ഡോറ് ചെയ്യണമെങ്കിൽ എത്ര വുഡ് എടുക്കണം, അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ കൂടെ ഒന്ന് ചെയ്യാമോ? വീഡിയോ ശരി, ആയിക്കോട്ടെ. ഫ്രെയിമും ഷട്ടറും എല്ലാം കൂടെ എത്രയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഞാനത് കാൽക്കുലേഷൻ? എനിക്ക് ചെയ്തു തരാൻ പറ്റും, പക്ഷെ അത് കോമൺ ആയിട്ടായിരിക്കും. ഇപ്പൊ ഓരോ ഡിസൈനും അനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ സാധാരണ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു ഡിസൈന് വേണ്ടതല്ലല്ലോ വേറൊരു ഡിസൈന് വേണ്ടി വരും. അല്ല അല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രെയിമിൻ്റെത് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ഡോർ ഫ്രെയിമിൻ്റെത് ഇതിൻ്റെത് ഓരോ ഡിസൈൻ അനുസരിച്ച് മാറും. എങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോ പറയാം ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ഇതിനിപ്പോ വേണ്ടത് നോക്ക്, ഇങ്ങനെ ഒരു ചട്ടം അല്ലെ, തിരിച്ചിങ്ങനെ, അതിന്റെ കനം എത്ര, അതിന്റെ സൈസ് എത്ര, ഈ പലകയുടെ സൈസ് എത്ര, ഇതുപോലെ ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണത്തിന്റെ ഏകദേശ രൂപം തരാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡോർസും വിൻഡോ ഫ്രെയിം, ഡോറിന്റെ ഫ്രെയിമിൻ്റെ അതിനെങ്ങനെയാണ് ലിസ്റ്റ് എഴുതേണ്ടത്, അങ്ങനെ ഞാൻ ഒരെണ്ണത്തിന്റെ എടുത്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എത്ര നമ്പർ വേണമെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. ഡോറും അതിന്റെ ഷട്ടറും അതുപോലെ തന്നെ വിൻഡോസും ഒരു W1, W2, W3, പിന്നെ വേണമെങ്കിൽ ഫ്രഞ്ച് വിൻഡോ, അങ്ങനെയുള്ള W4 അത് വരെ ഉണ്ടാകും കാണാം. ഓക്കെ, അത് നല്ലൊരു അഭിപ്രായം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് നോക്കും. ഓക്കെ, ഞാൻ എടുത്തേ. പിന്നെ വേറെ പണ്ട് കാലത്ത് ഞങ്ങൾ ഈ ലിസ്റ്റൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഇതൊന്നും ആവശ്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ലിസ്റ്റ് എഴുതുകയും ഇതിന്റെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ എന്തൊക്കെ സാർ? ഇപ്പൊ വുഡിന് പകരമായിട്ട് പലരും സ്റ്റീൽ ഡോറും സിമെന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന വരുന്നുണ്ടല്ലോ. അപ്പൊ ഏത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും എഫക്റ്റീവ് എന്നൊരു ക്ലാസ്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് എടുത്താൽ നന്നായിരുന്നു. ഓക്കെ, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് അതാത് സാധനത്തിന്റെ എക്സ്പെർട്ടിനെ വിളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റീൽ ഡോർ, ഇപ്പോൾ ടാറ്റയുടെ ഇപ്പോൾ ഇവിടത്തേക്ക് ഡിസിക്കിൻ്റെ തന്നെ എടുത്തേക്കുന്ന ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ ടാറ്റയുടെ ഡോറിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ UPVCയുടെ ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ഡീലറെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാം. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തിട്ട് അതാതിലുള്ള എക്സ്പെർട്ടുകൾ വന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇത് ഏതാണെന്നല്ല, അല്ലേ? അതല്ലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതായിരിക്കും ഞാൻ എന്ത് ചെയ്തത് നല്ലതെന്ന് പറയും. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിലേത് നല്ലതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈട്ടിയുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട്, ആഞ്ഞിലിയുണ്ട്, ഇതിലേതാ നല്ലത്? അല്ല, സാർ പറയുമ്പോ സാറിന്റെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടാവുമല്ലോ അതില്. ഇപ്പൊ യൂസ് ചെയ്തിട്ട് കംപ്ലൈന്റ്സ് വന്നിരിക്കുന്നത് ഏതിനാണ് കൂടുതൽ, അങ്ങനെയൊക്കെ ഉള്ളത് സാറിനല്ലേ അറിയുള്ളൂ. ആ ഒരു ക്ലാസ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാനാണോ? അതാണ് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചത്.
എൻ്റെ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോഴുള്ള ഗുണവും ദോഷവും പറഞ്ഞുതരാം. എന്നാൽ നമുക്കിപ്പോൾ അല്ലാതെ അതാത് സ്പെഷ്യലിസ്റ്റുകൾ വന്ന് അതിനെക്കുറിച്ച് പറയുന്ന സമയത്താണെങ്കിൽ അവരതിൻ്റെ ഗുണവും ദോഷം പറയില്ല, ഗുണം മാത്രം പറയും. ഇല്ല, അതാണ് സാറിന് അല്ലേ നമുക്ക് ദോഷം എന്തെങ്കിലും വന്നിട്ടുണ്ടോ യൂസ് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അവരെന്തായാലും അവരുടെ പ്രോഡക്റ്റിന്റെ നല്ല സൈഡ് മാത്രമല്ലേ പറയുള്ളൂ. അടുത്തൊരാളുടെ അഭിപ്രായം കൂടെ പറയും. സാർ നമുക്ക് 2 ക്ലാസ്സും കൂടെ മിക്സ് ചെയ്താലോ? ഉം. അതായത് അവര് വന്ന് എടുത്ത് ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും പറയുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാർ അതിനെ കൺക്ലൂഡ് ചെയ്ത് സാറിന്റെ ഈ എക്സ്പീരിയൻസും കൂടെ ഇടകലർത്തി 4മതൊരു ക്ലാസ്സിൽ ഒരു ഔട്ട്പുട്ട് ക്ലാസ് ആയിട്ട് തന്നെ എടുത്താലും അപ്പൊ എല്ലാം ആയില്ലേ? ഞാൻ തന്നെ എന്റെ ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പള്ളുവിളിപ്പിക്കുക എന്നുള്ളതാണ്. വെറുതെ വിടൂല എന്റെ. ശരി, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സാർ. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ. വേറെ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ലേ എന്തോ. ശരി, വേറെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ, നമുക്ക് നോക്കാം. ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? ആ. നമ്മൾ ഈ ഇരുൾ എന്ന് പറഞ്ഞിട്ടൊരു തടി ഉണ്ടല്ലോ, അത് നല്ല തടിയാണ്. അതിന് ഇതിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ, തേക്കിനെ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടി റേറ്റ് കൂടൂലേ? റേറ്റ് കുറവല്ലേ അതിന്? ഇരുളിന് റേറ്റ് കുറവാണോ? ഇരുളെന്ന് ആണല്ലേ? പറഞ്ഞ അത് കറുത്ത ഒരു തടിയാണ്, അത് നല്ല തടിയാ, അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത് ബ്രസീൽ അങ്ങനെ റേറ്റ് പല കുറവാ, ടൈപ്പ് റേറ്റ് ഉണ്ട്. കുറവാ. ബ്രസീലിൽ നിന്ന് വരുന്നത് അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ടല്ലേ? ബ്രസീലിൽ ഇതിൽ നിന്ന് എന്താ വരുന്നത് അല്ല, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട് ഇരുള്. അതായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇരുളെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറയുന്നത് ഇരുളെന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് എന്റെ വീട്ടിലൊക്കെ, പഴയ വീട്ടിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കറുത്ത കളറാ. ഒരു വയലറ്റ് കളറായിട്ട് അത് വയലറ്റ് തടിയെന്ന്, വയലറ്റ് എന്നാണ് പറയുന്നത്. വയലറ്റ് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ ടെക്നിക്കൽ വേണമെന്നും എനിക്ക് അറിയത്തില്ല. ഏതാണ്ട് ഈ കളറിലിരിക്കും. നമ്മൾ ഇതിന്റെ ഈ പടിയിലെ കുറച്ചുകൂടെ വയലറ്റ് കളർ തന്നെയാണ് അതിന്. അതിന് റേറ്റ് അതിന് പണ്ട് റേറ്റ് കുറവായിരുന്നു, വരുന്ന സമയത്ത് റേറ്റ് കുറവായിരുന്നു. പിന്നീട് ഏതാണ്ടൊക്കെ പ്ലാവിന്റെ റേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനാണ് ഞാൻ ഈ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ വന്നതുകൂടിയാണ് പിന്നെ ഞങ്ങളൊക്കെ അത് ഒഴിവാക്കിയത്. എന്താണ് കാര്യം പറയൂ. ഒന്നുമില്ല, അത് ചെതല് കയറൂല എന്നൊക്കെ പറഞ്ഞു നമ്മള് കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ആൾക്കാർ അത് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വയലറ്റ് പിൻകോഡയും വയലറ്റും ആണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വയലറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തടി കാണാൻ പറ്റും. മറ്റേ പിൻകോഡ എന്ന് പറയുന്നത് നമ്മളെ തേക്കിനെ കണക്കിരിക്കും, തേക്കിന്റെ ഏതാണ്ടൊക്കെ അടുത്ത് വരും. ഇനി അയൺ വുഡോ അങ്ങനെ എന്തോ ഒരു പേരാണോ? അങ്ങനെ എന്തോ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരൂ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി മഹാഗണി ഉണ്ട്. ഞാനത് ടൈം കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് മഹാഗണിയെ കുറിച്ച് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് സമയം ഒരുപാടായി. ജസ്റ്റ് പറയും നമുക്ക് എങ്ങനെയുള്ള ക്ലാസ് ആണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ മാത്രം എടുക്കണമെന്ന് പറഞ്ഞു, വേറെ ആൾ പറഞ്ഞു എന്താണ് ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ വരണം, അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി അടുത്തൊരാളൂടെ പറയും. സാറിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്ലയന്റുകൾ ആവശ്യപ്പെടുന്നതും പിന്നെ ഇതുവരെ കംപ്ലൈന്റ്സ് ഒന്നും അധികം വരാത്തതായിട്ടുള്ള തടി ഏതാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലാസ് വേണമെന്നുണ്ടായിരുന്നു. ശരി, വേറെ ഒരാളൂടെ പറയാം, നമുക്ക് നിർത്താം. പെട്ടെന്ന് പറയും. സാറേ, അതിന്റെ ഫിറ്റിങ്സ് ഉണ്ടല്ലോ, മറ്റേ വിജാഗിരി, അതുപോലെ ലോക്ക്, നെറ്റ്, ബോൾട്ട്, സ്ക്രൂ ഒക്കെ, അതിനെ പറ്റിയൊരു ഡീറ്റെയിൽസ്, അതിന്റെ കോസ്റ്റ്, മെറ്റീരിയൽസും എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, അതിന്റെ ഒരു എക്സ്പെർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഡോർ മാനുഫാക്ചറിങ് ആണ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ ഇന്റീരിയറിന്റെ കുറെ കാര്യങ്ങളുടെയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് നേരത്തെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ചോദിക്കാം. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയറിന്റെ കുറെ ടൂൾസ് ഒക്കെ ഏതൊക്കെയാണ്, നല്ല കമ്പനിയുടെ സാധനങ്ങൾ ഏതൊക്കെയാണ്, ഇഞ്ചസ് ഏതൊക്കെയാണ്, ഏറ്റവും നല്ലത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രത്യേകതകളുണ്ട്, പിന്നെ തടിയെ കുറിച്ച് പ്ലൈവുഡ് തന്നെ പല ടൈപ്പുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. ഓക്കെ, അപ്പൊ അതൊരു കാര്യം ചെയ്യും, എനിക്കൊന്ന് ടെക്സ്റ്റ് ആയിട്ട് ഇട്ടേക്കൂ. നമുക്ക് ഈ പറയുന്ന തടിയെക്കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും
കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് പറയുന്നുണ്ട്. പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെയാണ്. അവർ പറയുമ്പോൾ അവർ ആ പ്രോഡക്റ്റിൻ്റെ നല്ലത് മാത്രമേ പറയുള്ളൂ. പക്ഷെ നമ്മളൊരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നമ്മളൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു കുഴപ്പം വന്നാൽ നമ്മൾ ആ ക്ലയൻറ്റിനെ പറ്റിച്ചു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു അഭിപ്രായം കൂടെ നമുക്കത് എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. ഹിഞ്ചസിൻ്റെ കാര്യം അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നേരത്തെ എനിക്ക് അടുത്തൊരു സുഹൃത്ത് തന്നെ എൻ്റെ ഉണ്ട്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ ചോദിക്കാം. ഓക്കെ, ശരി, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനൊരു ഗൂഗിൾ ഫോം ഇടാം. ഇന്നിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ എസ്റ്റിമേറ്റ് ക്ലാസ് അല്ലാതെ? ഞാൻ മറ്റേ ഗ്രൂപ്പിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഗൂഗിൾ ഫോം മതി, ഇല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ഫോം വേണ്ട. ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? നമ്മുടെ 2025 ഓൺലൈൻ ക്ലാസ് എന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എസ് ഓർ നോ പറയൂ. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പിരിയാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു മാസത്തെ ക്ലാസ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് എങ്കിലും അയക്കൂ, അല്ലെങ്കിൽ നമുക്ക് പിരിയാം. സാറേ പറഞ്ഞത് കറക്റ്റ് മനസ്സിലായില്ല. 2025 എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞത് എസ്റ്റിമേഷൻ നമ്മുടെ എസ്റ്റിമേറ്റിന്റെ ക്ലാസ്സുകൾ ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? ഞാൻ എസ്റ്റിമേഷന്റെ ക്ലാസ്സിൽ ഇല്ല. ഞാൻ ഈ പറഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായില്ല. 30 ദിവസത്തെ ആ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് സാർ പറഞ്ഞത്? അതെ 30 ദിവസത്തെ ആ പെയ്ഡ് ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടോ? അതെ ഉണ്ടല്ലോ. അതെ. ശരി. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഗൂഗിൾ ഫോം പറ്റുതരാം. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കൂടെ ഞാൻ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ശരി. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത്, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഞാനല്ല, അത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾ ഇതിനകത്ത് ആ ഗൂഗിൾ ഫോം കൃത്യമായിട്ട് പൂരിപ്പിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പലപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നിട്ട് അത് വിട്ടുപോയതാണ്, അത് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക. ഉടനെ തന്നെ അത് കഴിയുമ്പോൾ കുറച്ച് സമയത്തിനകത്ത് നിങ്ങളുടെ ഇതിലേക്ക് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് എത്തിയിരിക്കും. അത് ഓൺലൈനായിട്ടാണ്, ഞങ്ങൾ ആദ്യം അത് തൊടുന്നതേ ഇല്ല. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ 100 പേർക്ക് ഇരുന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് അടിക്കാൻ തുടങ്ങിയ എത്ര ദിവസം സമയമെടുക്കും? ഓക്കെ, അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് വേണ്ടത് നിങ്ങളിപ്പോൾ ഇടുന്ന ആ ഗൂഗിൾ ഫോമിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിരിക്കണം, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് അതും കൂടെ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ഐ ഡിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മെയിൽ ഐ ഡി തെറ്റാണെങ്കിൽ അത് വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ പറയുന്നത് നമുക്ക് വിശ്വാസമാകണമില്ല. നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് പറയും ഇത് ചുമ്മാ പറയുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഈ ഗൂഗിൾ ഫോം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൂരിപ്പിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിലേക്ക് വരും. ഓക്കെ, എല്ലാവരും അതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് കൂടെ എടുത്ത് വെച്ചേക്കാം, ആ ടൈം വരത്തക്ക. ശരി, നമുക്ക് ഓക്കെ. താങ്ക് യു സാർ.